നമസ്കാരം. നമ്മൾ കേരള ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. ഇന്ന് പഠിക്കേണ്ടത് പഴശ്ശി കലാപം. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ഏറ്റവും ശക്തമായ സമരങ്ങൾ പഴശ്ശി സമരങ്ങൾ അല്ലെങ്കിൽ പഴശ്ശി കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരള ചരിത്രത്തിൽ രണ്ട് പഴശ്ശി കലാപങ്ങൾ ഉണ്ട്. പഴശ്ശി കലാപങ്ങൾ നടന്ന കാലഘട്ടം 1793-നും 1805-നും ഇടയിലാണ്. അപ്പം പഴശ്ശി കലാപങ്ങളുടെ എണ്ണം 2 കലാപങ്ങൾ. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ഏറ്റവും ശക്തമായ സമരങ്ങൾ പഴശ്ശി സമരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കലാപങ്ങൾ നടന്ന കാലഘട്ടം 1793 മുതൽ 1805 വരെ. ഈ കാലയളവിൽ 2 കലാപങ്ങൾ. എത്ര കലാപങ്ങൾ? 2 കലാപങ്ങൾ നടക്കേണ്ടിയിട്ടുണ്ട്. കലാപങ്ങൾക്ക് വേദിയായ ജില്ല വയനാട് വയനാട്. പഴശ്ശി കലാപങ്ങൾക്ക് വേദിയായ ജില്ല വയനാട് ജില്ല. മേഖല ചോദിച്ചാൽ മലബാർ മേഖല എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ ആവില്ലേ? ഒന്ന് ഓർമ്മയിട്ട് വയ്ക്കാം. ഒന്നുകൂടി പറയാം. പഴശ്ശി കലാപങ്ങൾ. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ഏറ്റവും ശക്തമായ സമരങ്ങൾ പഴശ്ശി കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരള ചരിത്രത്തിൽ പ്രധാനമായും 2 പഴശ്ശി കലാപങ്ങൾ ഉണ്ട്. കലാപങ്ങൾ നടന്ന കാലഘട്ടം 1793-നും 1805-നും ഇടയിൽ. കലാപങ്ങൾ നടന്ന ജില്ല വയനാട് ജില്ല, മലബാർ മേഖല. പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജാവ് ഉൾപ്പെടുന്ന രാജവംശം കോട്ടയം പഴശ്ശിരാജാവ് ഉൾപ്പെടുന്ന രാജവംശം കോട്ടയം രാജവംശം. അതിൽ പഠിക്കേണ്ടത് ഒന്നാമത്തെ പഴശ്ശി കലാപം 1793-നും 1797-നും ഇടയിൽ. പഠിക്കേണ്ട കാലഘട്ടം പ്രീവിയസ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1793-നും 1797-നും ഇടയിൽ. നേതൃത്വം നൽകിയ വ്യക്തി കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ ഉൾപ്പെടുന്ന രാജവംശം കോട്ടയം രാജവംശം. അവിടെ അനുബന്ധമായിട്ടൊന്ന് ഓർക്കേണ്ടത് പഴശ്ശിരാജാവ് ജനിച്ച വർഷം ചോദിച്ചിട്ടില്ല, എന്നാലൊന്ന് പഠിച്ചിരിക്കാം. 1753 ജനുവരി 3. അവിടെ പഠിച്ചു. കോട്ടയം രാജവംശം അവിടെയും പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. കോട്ടയം രാജവംശത്തിന്റെ സ്ഥാപകൻ ഹരിചന്ദ്ര പെരുമാൾ. കോട്ടയം രാജവംശത്തിന്റെ സ്ഥാപകന്റെ പേരാണ് ഹരിചന്ദ്ര പെരുമാൾ. പഴശ്ശിരാജാവ് ജനന വർഷം 1753 ജനുവരി 3. പഴശ്ശിരാജാവിന്റെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ച വ്യക്തി ഹരിചന്ദ്ര പെരുമാൾ. അവിടെ ഒന്ന് ഓർമ്മയിട്ട് വയ്ക്കാം. പഴശ്ശിരാജാവ് ഉൾപ്പെടുന്ന കോവിലകം അല്ലെ തറവാടിന്റെ പേര് പടിഞ്ഞാറേ കോവിലകം. പടിഞ്ഞാറേ കോവിലകം എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ ആവൂലേ? അപ്പൊ ഇത്രയും കാര്യം ഒന്നുകൂടി പറയാം. പഠിച്ചത് പഴശ്ശി കലാപം. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ഏറ്റവും ശക്തമായ സമരങ്ങൾ പഴശ്ശി കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാലഘട്ടം 1793-നും 1805-നും ഇടയിൽ. കലാപങ്ങൾ നടന്ന ജില്ല വയനാട് ജില്ല. മേഖല ചോദിച്ചാൽ മലബാർ മേഖല. കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജാവ് ഉൾപ്പെടുന്ന രാജവംശം കോട്ടയം രാജവംശം സ്ഥാപിച്ച വ്യക്തി ഹരിചന്ദ്ര പെരുമാളാണ്. പഴശ്ശിരാജാവ് ജനിച്ച വർഷം ഒന്ന് ഓർമ്മയിട്ട് വയ്ക്കാം. 1753 ജനുവരി 3. അദ്ദേഹത്തിന്റെ തറവാടിന്റെ പേരാണെങ്കിൽ പടിഞ്ഞാറേ കോവിലകം. ക്ലിയർ ആവില്ലേ? ഓർക്കാം. ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെ. ഇവിടെ ബ്രിട്ടീഷുകാരുടെ അമിതമായ നികുതി പിരിവിന് എതിരെ അരങ്ങേറിയ ഒരു കലാപമാണ് ഒന്നാമത്തെ പഴശ്ശി കലാപം. ആദ്യകാലത്ത് ഇന്ത്യയിൽ വ്യാപാരത്തിനായി വരികയും പതിയെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുകയും തുടങ്ങിയ ഒരു യൂറോപ്യൻ ശക്തിയായിരുന്നു ബ്രിട്ടീഷുകാർ. അങ്ങനെ കേരള മേഖല, അതായത് മലബാർ മേഖല, അത് ആദ്യകാലത്തെ കേരളം, തിരുവിതാംകൂർ എന്നും കൊച്ചി എന്നും
മലബാർ എന്നിങ്ങനെ 3 നാട്ടുരാജ്യങ്ങളായിട്ടാണ് കിടന്നത്. ക്ലിയർ ആവും. അതായത് ഒട്ടനവധി നാട്ടുരാജ്യങ്ങൾ ചുറ്റപ്പെട്ട് കിടന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സാമ്രാജ്യത്വം ഉറപ്പിക്കാൻ അതിവേഗത്തിൽ തന്നെ യൂറോപ്യന്മാർക്ക്, അതായത് ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞിരുന്നു. ക്ലിയർ. അതിന് മലബാറിൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു രാജാവായിരുന്നു പഴശ്ശി രാജാവ്. ക്ലിയർ ആവും. അതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണയോടുകൂടിയും കച്ചവടക്കാരായ വ്യാപാരികളുടെ പിന്തുണയോടുകൂടി അതിശക്തമായിട്ട് തന്നെ പഴശ്ശി രാജാവ് കമ്പനിയെ പ്രതിരോധിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഒന്നാമത്തെ പഴശ്ശി കലാപം അരങ്ങേറിയത്. കാലഘട്ടം 1793 മുതൽ 1797 വരെ. ക്ലിയർ ആവും. അവിടെ പഠിക്കേണ്ട ഒരൊറ്റ കാര്യം കൂടിയുണ്ട്. ഒന്നാം പഴശ്ശി കലാപം മൈസൂർ യുദ്ധങ്ങളുമായിട്ട് പഴശ്ശി കലാപങ്ങൾക്ക് ബന്ധമുണ്ട്. മൈസൂർ യുദ്ധങ്ങളുമായിട്ട് കേരള ചരിത്രത്തിലെ പഴശ്ശി കലാപങ്ങൾക്ക് ബന്ധമുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കേണ്ടത്, ഇന്ത്യ ചരിത്രത്തിൽ 4 മൈസൂർ യുദ്ധങ്ങൾ ഉണ്ട്. ഇന്ത്യ ചരിത്രത്തിൽ 4 മൈസൂർ യുദ്ധങ്ങൾ ഉണ്ട്. ഈ മൈസൂർ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഹൈദരാലിയും ടിപ്പു സുൽത്താനും. ഹൈദരാലിയും ടിപ്പു സുൽത്താൻ. അപ്പൊ ഇന്ത്യ ചരിത്രത്തിൽ മൈസൂർ യുദ്ധങ്ങളുടെ എണ്ണം 4 മൈസൂർ യുദ്ധങ്ങൾ ഉണ്ട്. ദക്ഷിണ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലുകൾ അല്ലെങ്കിൽ പോരാട്ടങ്ങൾ മൈസൂർ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. മൈസൂർ യുദ്ധങ്ങളുടെ എണ്ണം 4 മൈസൂർ യുദ്ധങ്ങളുണ്ട്. യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി ഹൈദരാലി. പിതാവിന്റെ പേരാണ് ഹൈദരാലി. ഹൈദരാലിയുടെ മകനാണ് ടിപ്പു സുൽത്താൻ. ഹൈദരാലിയും ടിപ്പു സുൽത്താൻ. അവിടെ പ്രീവിയസ് ആയിട്ട് ചോദിക്കും, മൈസൂർ സിംഹം എന്നാണ് ഹൈദരാലി അറിയപ്പെടുന്നത്. മൈസൂർ സിംഹം എന്ന് ചോദിച്ചാൽ ഹൈദരാലിയും, മൈസൂർ കടുവ ആരോ എന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താനുമാണ്. എപ്പോഴും ചോദിച്ചാൽ ഇവർ രണ്ടുപേരും ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. കൺഫ്യൂഷൻ ആവാതൊന്ന് ഓർമ്മയിട്ട് വയ്ക്കാം. മൈസൂർ സിംഹം എന്ന് ചോദിച്ചാൽ ഹൈദരാലി, മൈസൂർ കടുവ ആരോ എന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താൻ. അടുത്ത കാലം ചോദിച്ചു, മൈസൂർ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? മൈസൂർ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ജവഹർ ശ്രീനാഥ്. ജവഹർ ശ്രീനാഥ്. ആ 3 ഒൺവേഡും പ്രീവിയസ് ആണ്, കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. മൈസൂർ സിംഹം ഹൈദരാലി, മൈസൂർ കടുവ ടിപ്പു സുൽത്താൻ, മൈസൂർ എക്സ്പ്രസ് ജവഹർ ശ്രീനാഥ്. ഇന്ത്യ ചരിത്രത്തിൽ മൈസൂർ യുദ്ധങ്ങൾ 4 എണ്ണമുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ തന്നെ മൈസൂർ സുൽത്താൻമാരും ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന പോരാട്ടങ്ങൾ മൈസൂർ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. 4 യുദ്ധങ്ങളുടെ കാലഘട്ടം ഒന്ന് ഓർമ്മയിട്ട് വയ്ക്കാം. കാലഘട്ടം പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം 1767 മുതൽ 1769 വരെ. 1767 മുതൽ 1769. ചിലപ്പോൾ കാലഘട്ടമായിട്ട് PSC ചോദിക്കുക, അല്ലെങ്കിൽ മൈസൂർ യുദ്ധങ്ങൾ ആരംഭിച്ച വർഷമെന്നും ചോദിക്കാറുണ്ട്. ക്ലിയർ. അപ്പൊ ഈ വർഷങ്ങൾ, കാലഘട്ടം, ആരംഭിച്ചതും അവസാനിച്ചതും പക്കയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കും. അപ്പൊ ഒന്നാം മൈസൂർ യുദ്ധം കാലഘട്ടം 1767 മുതൽ 1769 വരെ. അവിടെ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മദ്രാസ് ഉടമ്പടി. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയുടെ പേര് മദ്രാസ്. മദ്രാസ് ഉടമ്പടി ഏത് വർഷം തന്നെയാണ്? 1760. അവസാനിച്ച വർഷമായിരിക്കും ഉടമ്പടി. അത് ഏതൊരു യുദ്ധമായാലും അവസാനിക്കാൻ വേണ്ടിയായിരിക്കും ഒരു സന്ധി, ഒരു ഉടമ്പടി ഉണ്ടാവുക. അപ്പൊ എന്നാണ് അവസാനിച്ച വർഷമായിരിക്കും ആ സന്ധി ഉണ്ടാവുക. അപ്പൊ ഒന്ന് ഓർമ്മയിട്ട് വയ്ക്കാം. ഒന്നാം മൈസൂർ യുദ്ധം കാലഘട്ടം ഒന്നുകൂടി പറയാം. 1767 1769 ഇടയിൽ ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയുടെ പേര് മദ്രാസ് ഉടമ്പടി. ക്ലിയർ. അടുത്ത പഠിക്കാം. രണ്ടാമത്തെ മൈസൂർ യുദ്ധം കാലഘട്ടം 1780 1784 ഇടയിൽ. കാലഘട്ടം ഒന്നുകൂടി പറയാം. 1780 1780. ഇത് ഡയറക്റ്റ് ആയിട്ട് പ്രീവിയസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. രണ്ടാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം 1780 1784 ഇടയിൽ. വളരെയധികം പ്രാധാന്യമുണ്ട്. കാര്യം ഹൈദരാലി മരണപ്പെട്ടത് രണ്ടാമത്തെ മൈസൂർ യുദ്ധം. മുൻകാല ചോദ്യമാണ്. ഹൈദരാലി മരണപ്പെട്ടത് ഏത് മൈസൂർ യുദ്ധത്തിലാണ്? ആൻസർ രണ്ടാം മൈസൂർ യുദ്ധത്തിൽ 1782 യുദ്ധവേളയിലാണ് ഹൈദരാലി മരണപ്പെടുന്നത്. അപ്പൊ ഹൈദരാലി കൊല്ലപ്പെട്ട വർഷം 1782. ഹൈദരാലി മരണപ്പെട്ട മൈസൂർ യുദ്ധം രണ്ടാം മൈസൂർ യുദ്ധം. ഇപ്പൊ ഈ രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി
മംഗലാപുരം ഉടമ്പടി, രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയുടെ പേര് മംഗലാപുരം ഉടമ്പടിയാണ്. ക്ലിയർ ആ? അപ്പൊ 2 യുദ്ധമായി, ഇനി 2 ഇനി അവസാനമുള്ള 3-മത്തെയും 4-മത്തെയും മൈസൂർ യുദ്ധങ്ങളാണ് നമുക്ക് പഴശ്ശി കലാപമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദ്യമുള്ളത്. ക്ലിയർ? അപ്പൊ അതിന്റെ കൂടെ നമ്മൾ 4ഉം 1 കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കാം, ക്ലിയർ ആക്കി വെക്കാം. 3-ാം മൈസൂർ യുദ്ധം കാലഘട്ടം 1790-നും 1792-നും ഇടയിൽ. കാലഘട്ടം ഒന്നുകൂടി 1790-നും 1792-നും ഇടയിലാണ്. ഈ 3-മത്തെ മൈസൂർ യുദ്ധം വളരെ പ്രധാനമാണ്. 3-ാം മൈസൂർ യുദ്ധങ്ങളുടെ അനന്തരഫലമായി കേരളത്തിൽ അരങ്ങേറിയ സംഭവം ഏത്? ആൻസർ ഏതാണ്? 1-ാം പഴശ്ശി കലാപം. 3-ാം മൈസൂർ യുദ്ധങ്ങളുടെ അനന്തരഫലമായി കേരളത്തിൽ അരങ്ങേറിയ സംഭവം ആൻസർ ഏതാണ്? 1-ാം പഴശ്ശി കലാപം. 3-ാം മൈസൂർ യുദ്ധം 1792-ൽ അവസാനിക്കുന്നു. തൊട്ടടുത്ത വർഷം കേരളത്തിൽ 1-ാം പഴശ്ശി കലാപം ആരംഭിക്കുന്ന വർഷം 1793. നമ്മൾ പഠിച്ചതാണ്, അപ്പൊ കൃത്യമായിട്ട് ഓർമ്മയിട്ട് വെക്കാം. 3-ാം മൈസൂർ യുദ്ധങ്ങളുടെ അനന്തരഫലമായി കേരളത്തിൽ അരങ്ങേറിയ സംഭവം ഏതാണ്? 1-ാമത്തെ പഴശ്ശി കലാപം. നേരത്തെ കാലഘട്ടം പഠിച്ചതാണ്, 1793 മുതൽ 1797 വരെ. ക്ലിയർ? അപ്പൊ 3-ാമത്തെ മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി. 3-ാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയുടെ പേര് ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി വർഷം പ്രീവിയസ് ആയിട്ട് അനേക തവണ ചോദിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. 1792. അപ്പൊ 3-ാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയുടെ പേര് ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏത് വർഷത്തിലാണ്? 1792. അവിടെയും PSC ചോദ്യമുണ്ട്. 3-ാം മൈസൂർ യുദ്ധത്തിലേക്ക് നയിച്ച കാരണം എന്തായിരുന്നു? 3-ാം മൈസൂർ യുദ്ധത്തിലേക്ക് നയിച്ച കാരണം ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണം. ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണം എന്ന കാര്യം കൂടി ഓർമ്മയുണ്ട്. അപ്പൊ 3-ാം മൈസൂർ യുദ്ധം കാലഘട്ടം ഒന്നുകൂടി പറയാം. 1790 മുതൽ 1792 വരെ. അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി. വർഷം പ്രീവിയസ് ആണ്, പ്രധാനമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. 1792. അവിടെയും ചോദ്യമുണ്ട്, ശ്രീരംഗപട്ടണം ആരുടെ തലസ്ഥാനമാണ്? ടിപ്പു സുൽത്താന്റെ തലസ്ഥാനത്തിന്റെ പേരാണ് ശ്രീരംഗപട്ടണം. കർണാടകയിലെ ഒരു പ്രദേശമാണ് ഏതാ? ശ്രീരംഗപട്ടണം. അപ്പൊ ടിപ്പുവിന്റെ തലസ്ഥാനം ഏതാണ്? ശ്രീരംഗപട്ടണം. തിരിയരുത്. ടിപ്പുവിന്റെ കേരളത്തിലെ തലസ്ഥാനം ഫറോക്ക് പട്ടണം. ടിപ്പുവിന്റെ കേരളത്തിലെ തലസ്ഥാനം ഫറോക്ക്. അത് വീണ്ടും തിരിയരുത്, 2-1 മാറാതെ ഓർമ്മിക്കേണ്ടത്. ടിപ്പു സുൽത്താന്റെ തലസ്ഥാനം ചോദിച്ചാൽ ശ്രീരംഗപട്ടണം. ടിപ്പു സുൽത്താന്റെ കേരളത്തിലെ തലസ്ഥാനം ചോദിച്ചാൽ ഫറോക്ക് പട്ടണം. ടിപ്പുവിന്റെ കേരളത്തിലെ തലസ്ഥാനം ഫറോക്ക് പട്ടണം. അവസാനത്തെ 4-ാം മൈസൂർ യുദ്ധം പ്രധാനമാണ്. 1799. 4-ാം മൈസൂർ യുദ്ധം വർഷം ഒന്നുകൂടി പറയാം. 1799. പ്രധാനം ടിപ്പു സുൽത്താൻ മരണപ്പെട്ട മൈസൂർ യുദ്ധം. 4-ാം മൈസൂർ യുദ്ധം. ടിപ്പു സുൽത്താൻ മരണപ്പെട്ട മൈസൂർ യുദ്ധം 4-ാമത്തെ മൈസൂർ യുദ്ധം വർഷം 1799. മെയ് മാസം 4-ാം തീയതി ആർതർ വെല്ലസ്ലി നമ്മുടെ ടിപ്പു സുൽത്താനെ വധിക്കുന്നു. അതോടുകൂടി ചരിത്രത്തിൽ മൈസൂർ യുദ്ധങ്ങൾ അവസാനിക്കും. മൈസൂർ യുദ്ധങ്ങൾ അവസാനിക്കാനുള്ള കാരണം എന്താണ്? ടിപ്പുവിന്റെ മരണം. ടിപ്പുവിനെ വധിച്ച വ്യക്തി ആരാണ്? ആർതർ വെല്ലസ്ലി. ടിപ്പുവിനെ വധിച്ച വർഷം 1799 മെയ് 4. ക്ലിയർ? മൈസൂർ യുദ്ധങ്ങളുടെ അവസാനത്തോടുകൂടി കമ്പനിയുടെ നിയന്ത്രണത്തിലായ നാട്ടുരാജ്യം ഏതാണ്? മൈസൂർ എന്ന കാര്യം ഓർമ്മയിട്ട് വെക്കാൻ. ക്ലിയർ? പ്രധാനമായിട്ടും 3-ാമത്തെ 4-ാമത്തെ മൈസൂർ നമുക്ക് റിലേറ്റഡ് ആയിട്ട് പഴശ്ശി കലാപത്തിന് ബന്ധമുണ്ട്. അപ്പൊ മൈസൂർ യുദ്ധങ്ങൾ 4 മൈസൂർ യുദ്ധങ്ങൾ ദക്ഷിണ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന പോരാട്ടങ്ങൾ മൈസൂർ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. മൈസൂർ സിംഹം എന്നാണ് ഹൈദരാലി അറിയപ്പെടുന്നത്. മൈസൂർ കടുവ എന്ന് ടിപ്പു സുൽത്താൻ അറിയപ്പെടുന്നു. അടുത്ത കാലത്ത് ചോദിച്ചു, മൈസൂർ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ജവഹർ ശ്രീനാഥ്. മൈസൂർ യുദ്ധങ്ങളുടെ എണ്ണം 4. 1-ാമത്തെ മൈസൂർ യുദ്ധം 1767-നും 1769-നും ഇടയിൽ. 1-ാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1769-ലെ മദ്രാസ് ഉടമ്പടി. അടുത്ത് പഠിക്കാം. 2-ാമത്തെ മൈസൂർ യുദ്ധം കാലഘട്ടം 1780 മുതൽ 1784 വരെ. അവസാനിക്കാൻ കാരണമായ സന്ധി അല്ലെങ്കിൽ ഉടമ്പടിയുടെ പേര് 1784-ലെ മംഗലാപുരം ഉടമ്പടി. അവിടെ ഒരു പോയിന്റ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, ഹൈദരാലി മരണപ്പെട്ട മൈസൂർ യുദ്ധം ഏതാണ്?
ആൻസർ രണ്ടാം മൈസൂർ യുദ്ധം. ഹൈദരാലി മരണപ്പെട്ട വർഷം ഏതാണ്? 1782. തിരിയരുത്. അടുത്ത പഠിച്ചു മൂന്നാം മൈസൂർ യുദ്ധം കാലഘട്ടം 1790-നും 1792 ഇടയിൽ. മൂന്നാം മൈസൂർ യുദ്ധത്തിന് നയിച്ച കാരണം ടിപ്പു സുൽത്താന്റെ തിരുവിതാംകൂർ ആക്രമണം എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാം. മൂന്നാം മൈസൂർ യുദ്ധങ്ങളുടെ അനന്തരഫലമായി കേരളത്തിൽ അരങ്ങേറിയ സംഭവം ഒന്നാമത്തെ പഴശ്ശി കലാപം. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയുടെ പേര് 1792. വർഷം ആദ്യം പഠിച്ചു വെക്കാം. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അവിടെയും രണ്ട് കൺഫ്യൂഷൻ ചെയ്താണ്. 2 പോയിന്റ് പഠിച്ചു. ടിപ്പുവിന്റെ തലസ്ഥാനം, ടിപ്പു സുൽത്താന്റെ തലസ്ഥാനത്തിന്റെ പേര് ശ്രീരംഗപട്ടണമെങ്കിൽ ടിപ്പുവിന്റെ കേരളത്തിലെ തലസ്ഥാനമാണെങ്കിൽ ഫറോക്ക് പട്ടണം എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വെക്കാൻ. ക്ലിയർ ആവില്ലേ? അത് അവസാനത്തെ മൈസൂർ യുദ്ധം അല്ലെ മൈസൂർ യുദ്ധങ്ങൾ അവസാനിച്ച വർഷം എന്ന് ചോദിച്ചാൽ 1799. നാലാം മൈസൂർ യുദ്ധം വർഷം 1799. നാലാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണം ടിപ്പുവിന്റെ മരണം, ടിപ്പു സുൽത്താന്റെ മരണം. ടിപ്പു അന്തരിച്ച വർഷം 1799 മെയ് 4. ടിപ്പുവിനെ വധിച്ച വ്യക്തി ആർതർ വെല്ലസ്ലി എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കും. ടിപ്പുവിന്റെ മരണത്തോടു കൂടി കമ്പനിയുടെ നിയന്ത്രണത്തിലായ നാട്ടുരാജ്യം ഏതെന്ന് ചോദിച്ചാൽ മൈസൂർ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കും. ക്ലിയർ ആവും. അവിടെ തന്നെ കൃത്യമായിട്ട് ഒരു പോയിന്റ് കൂടി ഓർമ്മേണ്ടത്, മൈസൂർ സുൽത്താൻമാർ നിരന്തരമായിട്ട് കേരളം ആക്രമിച്ചിരുന്നു. മൈസൂർ സുൽത്താൻമാർ നിരന്തരമായിട്ട് കേരളം, അതായത് സുൽത്താൻമാരൊക്കെയാണ്? ഹൈദരാലിയും ടിപ്പുവാണ്. നിരന്തരമായിട്ട് നമ്മുടെ കേരളം ആദ്യമേ പറഞ്ഞു 3 പ്രദേശങ്ങൾ, തിരുവിതാംകൂർ, കൊച്ചി, അതുപോലെ തന്നെ മലബാർ, നിരന്തരമായിട്ട് കേരളം ആക്രമിക്കും. ദക്ഷിണ മേഖലയിൽ തന്നെ അതിസമ്പന്നമായ ഒരു ഭൂവിസ്തൃതി, ഒരു നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. അവിടുത്തെ സുൽത്താൻമാരായ ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും മേഖലയിൽ നിന്നാണ് ദക്ഷിണ മേഖലയിൽ അതിസമ്പന്നവും ശക്തവും സൈനിക ബലവുമുള്ള ഒരു നാട്ടുരാജ്യമായിട്ട് മൈസൂർ വളർന്നു. എന്നാൽ മൈസൂർ നാട്ടുരാജ്യത്തിന് സ്വന്തമായിട്ടുള്ള കടൽ അതിർത്തി ഉണ്ടായിരുന്നില്ല. അതായത് മൈസൂറിന് സമുദ്ര അതിർത്തി ഉണ്ടായിരുന്നില്ല. ഈ സമുദ്ര അതിർത്തി നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മൈസൂർ സുൽത്താൻമാർ കേരളം ആക്രമിക്കാൻ കാരണം. മൈസൂർ സുൽത്താൻമാർ കേരളം ആക്രമിക്കാനുള്ള കാരണം ഇന്ത്യൻ മഹാസമുദ്രവുമായി നേരിട്ടുള്ള വ്യാപാരം, സമുദ്ര വ്യാപാരം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സുൽത്താൻമാർ കേരളം ആക്രമണം. അപ്പൊ സുൽത്താൻമാർ ആദ്യം ലക്ഷ്യം വെച്ച കേരളത്തിലെ ഭൂപ്രദേശം ഏതാണ്? മലബാർ. അതാണ് നമുക്ക് പ്രാധാന്യമുള്ളത്. അപ്പൊ സുൽത്താൻമാർ ആദ്യം ആക്രമിച്ച് കേരളത്തിൽ നിന്നാണ് ലക്ഷ്യം വെച്ച കേരളത്തിലെ പ്രദേശം മലബാർ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കേരളം ആക്രമിക്കാൻ മൈസൂർ സുൽത്താൻമാരെ സ്വാഗതം ചെയ്ത കേരളത്തിലെ രാജാവിന്റെ പേര് അലി രാജ. രാജാവിന്റെ പേര് അലി രാജ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. അപ്പൊ കേരളം ആക്രമിക്കാൻ വേണ്ടി മൈസൂർ സുൽത്താൻമാരെ സ്വാഗതം ചെയ്ത ഭരണാധികാരി അലി രാജ. ആദ്യ ആക്രമണത്തിൽ സുൽത്താൻമാർ ലക്ഷ്യം വെച്ച പ്രദേശം മലബാർ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ആദ്യമായി സുൽത്താൻമാർ അല്ലെങ്കിൽ ഹൈദരാലിയുടെ ആദ്യ കേരളം ആക്രമണം വർഷം 1760. വർഷം 1760 എന്ന കാര്യം കൂടി ഓർമ്മയിട്ട്. ആദ്യ ആക്രമണം ലക്ഷ്യം വെച്ചത് മലബാർ. അങ്ങനെ നിരന്തരമായിട്ടുള്ള ആക്രമണത്തിലൂടെ മലബാർ പൂർണ്ണമായിട്ടും മൈസൂരിന്റെ നിയന്ത്രണത്തിൽ ആകുന്നു. ആ സമയത്ത് മലബാറിലെ ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. അവിടെ ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണ സമയത്ത് മലബാറിലെ ജനങ്ങൾക്ക് അഭയം നൽകിയ നാട്ടുരാജ്യം ഏതാണ്? ആൻസർ ഏതാണ്? തിരുവിതാംകൂർ ആണ്. ആൻസർ ഏതാണ്ട് തിരുവിതാംകൂർ എന്ന കാര്യം ഓർമ്മയിട്ട് അവിടെയും പഠിച്ചു വയ്ക്കാം. ടിപ്പുവിന്റെയും ഹൈദരാലിയുടെയും പടയോട്ട കാലത്തെ തിരുവിതാംകൂറിലെ രാജാവാര്? ആൻസർ കാർത്തിക തിരുനാൾ രാമവർമ്മ. ടിപ്പുവിന്റെയും ഹൈദരാലിയുടെയും പടയോട്ട കാലത്ത് തിരുവിതാംകൂർ രാജാവിന്റെ പേര് കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന കാര്യം ഓർമ്മയിട്ട്. അപ്പൊ എന്താണ്? അഭയം നൽകിയത് കൊണ്ട് ആ സമയം നമ്മുടെ തിരുവിതാംകൂർ നാട്ടുരാജ്യം അറിയപ്പെട്ട പേരാണ് ധർമ്മരാജ്യം. അറിയപ്പെട്ട പേരെന്താണ്? ധർമ്മരാജ്യം. തിരുവിതാംകൂർ ഒരു ധർമ്മരാജ്യം എന്നറിയപ്പെടാൻ തുടങ്ങി ആരുടെ ഭരണകാലം മുതലാണ്? ആൻസർ കാർത്തിക തിരുനാളിന്റെ കാലം മുതൽ. ആൻസർ കാർത്തിക തിരുനാളിന്റെ കാലം. അതുകൊണ്ട് തന്നെ കാർത്തിക തിരുനാളിന് ലഭിച്ച ഒരു വിശേഷണമാണ് ഏതാ? ധർമ്മരാജ. അഭയം നൽകിയത് കൊണ്ട് രാജ്യം ധർമ്മരാജ്യം എന്നും അഭയം നൽകിയ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ എന്ന പേരിലും
അറിയപ്പെട്ടു. ക്ലിയർ ആവില്ലേ? അപ്പം മൈസൂർ സുൽത്താൻമാർ കേരളം ആക്രമിക്കാനുള്ള പ്രധാന കാരണം ഇന്ത്യൻ മഹാസമുദ്രവുമായി നേരിട്ടുള്ള സമുദ്ര വ്യാപാരം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സുൽത്താൻമാർ കേരളം ആക്രമിക്കുന്നത്. ആദ്യ കേരളം ആക്രമിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച പ്രദേശം മലബാറാണ്. ആദ്യമായി കേരളം ആക്രമിച്ച വർഷം 1760. കേരളം ആക്രമിക്കാൻ സ്വാഗതം ചെയ്ത ഭരണാധികാരിയുടെ പേര് അലി രാജ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. നിരന്തരം ആക്രമണങ്ങളിലൂടെ മലബാർ പൂർണ്ണമായിട്ടും മൈസൂരിന്റെ നിയന്ത്രണത്തിലാക്കി. ആ സമയത്ത് മലബാറിലെ ജനങ്ങൾക്ക് അഭയം നൽകിയ നാട്ടുരാജ്യം തിരുവിതാംകൂർ ആണ്. ടിപ്പുവിന്റെയും ഹൈദരാലിയുടെയും പടയോട്ട കാലത്തെ തിരുവിതാംകൂർ രാജാവിന്റെ പേര് കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. തിരുവിതാംകൂർ നാട്ടുരാജ്യം ഒരു ധർമ്മരാജ്യം എന്നറിയപ്പെടാൻ തുടങ്ങി ആരുടെ കാലം മുതൽ? ആൻസർ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലം മുതൽ. അതുകൊണ്ട് തന്നെ കാർത്തിക തിരുനാൾ അറിയപ്പെടുന്ന വിശേഷണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിട്ട് വയ്ക്കാം, ധർമ്മരാജ. അതുപോലെ തന്നെ കിഴവൻ രാജ, വയസ്സൻ രാജ. 3 പോയിന്റ് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. ധർമ്മരാജ എന്നും കിഴവൻ രാജ എന്നും വയസ്സൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായ ആൻസർ കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ആദ്യ ആക്രമണത്തിൽ മലബാറിലെ ജനങ്ങൾക്ക് തിരുവിതാംകൂർ അഭയം നൽകിയത് കൊണ്ട് തന്നെ മൈസൂർ സുൽത്താൻമാരുടെ അടുത്ത ലക്ഷ്യം തിരുവിതാംകൂർ ആയിരുന്നു. അടുത്ത തിരുവിതാംകൂറിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സുൽത്താൻമാർ രണ്ടാമത് കേരളം ആക്രമിക്കുന്നത്. വർഷം 1773. വർഷം 1773 മൈസൂർ സുൽത്താൻമാർ രണ്ടാമത് കേരളം ആക്രമിച്ച വർഷം ഏതാണ്? ആൻസർ 1773. രണ്ടാം ആക്രമണത്തിൽ ലക്ഷ്യം വെച്ച പ്രദേശം കൊച്ചിയും തിരുവിതാംകൂറും. രണ്ടാം ആക്രമണത്തിൽ ലക്ഷ്യം വെച്ച പ്രദേശം ഏതാണ്? കൊച്ചി. നമ്മൾ ആദ്യം പഠിച്ചു തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. ആദ്യം ആക്രമിച്ചു മലബാർ, പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി. രണ്ടാമത് ആക്രമിക്കുന്നു 1773. രണ്ടാം ആക്രമണത്തിൽ ലക്ഷ്യം വെച്ച പ്രദേശം കൊച്ചിയും തിരുവിതാംകൂർ. അവിടെയും പ്രീവിയസ് ഉണ്ട്. മൈസൂർ ആക്രമണങ്ങൾ ശക്തമായി പ്രതിരോധിച്ച നാട്ടുരാജ്യം ഏതാണ്? മൈസൂർ ആക്രമണങ്ങൾ ശക്തമായി പ്രതിരോധിച്ച നാട്ടുരാജ്യം ആൻസർ തിരുവിതാംകൂർ ആണ്. ആൻസർ ഏതാണ്? തിരുവിതാംകൂർ. ക്ലിയർ ആവും. അതുകൊണ്ട് തന്നെയാണ് കൊച്ചി എത്തിയപ്പോൾ തന്നെ കോട്ട കെട്ടി തിരുവിതാംകൂർ മൈസൂർ ആക്രമണങ്ങൾ ശക്തമായി പ്രതിരോധിക്കുന്നു. അതുകൊണ്ട് തന്നെ സുൽത്താൻമാർക്ക് തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ കഴിഞ്ഞില്ല. അതിന് പ്രതികാരം എന്ന രീതിയിൽ തന്റെ പിതാവായ ഹൈദരാലിയുടെ മരണശേഷവും ടിപ്പു സുൽത്താൻ നിരന്തരമായിട്ട് തിരുവിതാംകൂർ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. ഇതിന്റെ അനന്തരഫലമായിരുന്നു നടക്കുന്നത് മൂന്നാമത്തെ മൈസൂർ. നമ്മൾ പഠിച്ചു മൂന്നാം മൈസൂർ യുദ്ധം നയിച്ച കാരണം എന്താണ്? ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണമാണ്. മൂന്നാം മൈസൂർ യുദ്ധം 1790-നും 1792 ഇടയിൽ. ക്ലിയർ ആവും. ഈ മൈസൂർ ആക്രമണങ്ങൾ പടശി കലാപവുമായി റിലേറ്റ് ചെയ്ത് ഇത്രയും പോയിന്റ് കൃത്യമായിട്ട് ഓർമ്മയിട്ട് വച്ചിരിക്കുക. ക്ലിയർ. ഈ അടുത്ത കാലത്ത് PS ചോദിച്ചു, കേരളത്തിൽ മാമാങ്കം എന്ന ചടങ്ങ് നിന്നു പോകാനുള്ള കാരണം എന്താണ്? കേരളത്തിൽ മാമാങ്കം എന്ന ചടങ്ങ് നിന്നു പോകാനുള്ള കാരണം എന്താണ്? വേറൊന്നുമില്ല, കാരണം എന്നാണ് ഹൈദരാലിയുടെ കേരളം ആക്രമണം. ഹൈദരാലിയുടെ കേരളം ആക്രമണത്തോടു കൂടി അല്ലെങ്കിൽ സുൽത്താൻമാരുടെ കേരളം ആക്രമണത്തോടു കൂടിയാണ് കേരളത്തിൽ ഏത് ചടങ്ങ് നിന്ന് പോയത്? മാമാങ്കം എന്ന ചടങ്ങ് നിന്ന് പോയത്. നമുക്ക് തിരിച്ച് പഴശ്ശി കലാപത്തിൽ വരാം. പഴശ്ശി കലാപത്തിൽ വരാം. ഒന്നാമത്തെ പഴശ്ശി കലാപം കാലഘട്ടം 1793 മുതൽ 1797 വരെ. മൂന്നാം മൈസൂർ യുദ്ധങ്ങളുടെ അനന്തരഫലമായിട്ട് കേരളത്തിൽ അരങ്ങേറിയ സംഭവം കലാപം ഏത്? ആൻസർ ഏതാണ്? ഒന്നാമത്തെ പഴശ്ശി. അപ്പോൾ ഒന്നാമത്തെ പഴശ്ശി കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. അതായത് മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്താൻ തുടക്കത്തിൽ കമ്പനിയെ ആദ്യഘട്ടത്തിൽ അത് പഠിച്ചിരിക്കാം. തുടക്കത്തിൽ കമ്പനിയെ പഴശ്ശി രാജാവ് സഹായിച്ചു. അതിന് പാരിതോഷികം പ്രത്യുപകാരം എന്ന രീതിയിൽ പഴശ്ശി രാജാവിന്റെ രാജവംശമായ കോട്ടയം പ്രദേശത്ത് ചുങ്കം പിരിക്കാൻ, നികുതി പിരിക്കാൻ, അത് പണ്ട് കാലത്ത് ഓരോരോ പ്രദേശങ്ങളിൽ നികുതി പിരിക്കാൻ വേണ്ടി പ്രമാണിമാര്, മാടമ്പിമാര്, അങ്ങനെ പിള്ളമാരെന്നാണ് പല ഓരോരോ പ്രദേശത്ത് നിന്നാണ് ഓരോരോ ഭരണാധികാരികളെ നിയോഗിച്ചത് നികുതി പിരിക്കാൻ വേണ്ടി. അപ്പം തൻ്റെതാണ് കോട്ടയം പ്രദേശത്തെ ചുങ്കം പിരിക്കാനുള്ള അനുമതി പഴശ്ശി രാജാവിന് നൽകാമെന്ന് ബ്രിട്ടീഷുകാർ വാഗ്ദാനം നൽകി. ആ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഴശ്ശി രാജാവ് കമ്പനി സഹായിച്ചത്.
പാലിച്ചത്. എന്നാൽ മൂന്നാം മൈസൂർ ദം അവസാനിക്കുന്നു 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ. ആ ഉടമ്പടിയിലൂടെ യുദ്ധം അവസാനിച്ചപ്പോൾ കമ്പനി പഴശ്ശിക്ക് നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനം പാലിച്ചില്ല. അതുകൂടാതെ പഴശ്ശി രാജാവിന്റെ തന്നെ കുടുംബത്തിലൊരു അംഗമായ കുറുമ്പനാട്ട മഹാരാജാവിന്, പേര് പഠിച്ചു വെക്കാൻ, പേരെന്താണ്? കുറുമ്പനാട്ട മഹാരാജാവിന് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാൻ അനുവാദം നൽകി. അത് ഏതിന് കാരണമായി? ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം. അപ്പൊ ഒന്നാം പഴശ്ശി കലാപത്തില് നയിച്ച കാരണം, ഒന്നാമത്തെ കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അനുവാദം പഴശ്ശി രാജാവിന് നിഷേധിച്ചത്. രണ്ടാമത്തെ കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അനുവാദം കുറുമ്പനാട്ട മഹാരാജാവിന് നൽകിയത്. രണ്ടാമത്തെ കാരണം നികുതി പിരിക്കാനുള്ള അനുവാദം കുറുമ്പനാട്ട മഹാരാജാവിന് നൽകിയത്. മൂന്നാമത്തെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. ഈ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുന്നു. ഇത് ചരിത്രത്തിൽ ഒന്നാമത്തെ പഴശ്ശി കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു. വീണ്ടും പറയണ കാലഘട്ടം 93നും 1797 ഇടയിൽ. 3 പോയിന്റ് കൃത്യമായിട്ട് ഓർമ്മയിട്ട. ഒന്നാം പഴശ്ശി കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ: കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അനുവാദം നിഷേധിച്ചത്. 2, കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അനുവാദം കുറുമ്പനാട്ട മഹാരാജാവിന് നൽകിയത്. 3, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. ഇതിന്റെ അനന്തരഫലമായിട്ട് കേരളത്തിൽ അരങ്ങേറിയ പ്രസ്താവനയിലേക്ക് ചോദിക്കാം. അതുകൊണ്ട് ആ പോയിന്റുകൾ കൃത്യമായിട്ട് ഓർമ്മ. ഇപ്പോഴത്തെ പാറ്റേണിൽ പ്രസ്താവനയിലേക്ക് ചോദിക്കാം. ഇതിന്റെ അനന്തരഫലമായിട്ട് കേരളത്തിൽ അരങ്ങേറിയ കലാപം ഏത്? ഒന്നാം പഴശ്ശി കലാപം എന്ന കാര്യം കൂടി ഓർമ്മ. അങ്ങനെ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ വേണ്ടി സാധാരണക്കാരായ ജനങ്ങളുടെയും കർഷകരുടെയും ഗോത്രവർഗക്കാരുടെയും പിന്തുണയോടുകൂടി പടപൊരുതുന്നു. ഇത് ഒന്നാമത്തെ പഴശ്ശി കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ ആവൂ? അപ്പൊ അവിടെ ഇനി പഴശ്ശിയുടെ സഹായികള്, പഴശ്ശിയുടെ വിശേഷണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിടുന്നതാണ്. പഴശ്ശി രാജാവ് ആദ്യമായിട്ട് ജനങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ എത്തുന്നു. അങ്ങനെ പഴശ്ശിയുടെ വിശേഷണങ്ങൾ, പഴശ്ശിക്ക് ഒട്ടനവധി സഹായികൾ. നമ്മളിപ്പോൾ നിലവിലുള്ള സിനിമയൊക്കെ പഴശ്ശി കലാപം സിനിമയൊക്കെ കാണുന്നത് കൃത്യമായിട്ട് പഴശ്ശിയെ ചുറ്റപ്പെട്ടെന്നാണ്. ഒരുപാട് സഹായികളും കാട്, അങ്ങനെ ഗോത്ര തലവന്മാർ ഒരുപാട് പേര് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാം പഴശ്ശിയുടെ വിശേഷണങ്ങൾ. കേരള സിംഹം എന്ന് അറിയപ്പെടുന്നു. ഒന്നാമത്തെ വിശേഷണം കേരള സിംഹം. അവിടെ അടുത്ത കാലം ചോദിച്ചു പഴശ്ശി രാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? സർദാർ KM പണിക്കർ. എന്ന കാര്യം കൂടി ഓർമ്മ. ഒന്നാമത്തെ വിശേഷണം പഠിച്ചു കേരള സിംഹം. അപ്രകാരം പഴശ്ശി രാജാവിനെ വിശേഷിപ്പിച്ച വ്യക്തി സർദാർ KM പണിക്കർ എന്ന കാര്യം ഓർമ്മ. കേരള സിംഹം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ പുരളിശെമ്മൻ. അതൊരു മലയുടെ പേരാണ്, പുരളിമല. പഴശ്ശി വിപ്ലവങ്ങൾക്ക് കേന്ദ്രമായ ഒരു മലയായിരുന്നു പുരളിമല. അങ്ങനെ കിട്ടിയ പേരാണ് ഏതാ? പുരളിശെമ്മൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ആൻസർ പഴശ്ശി രാജ. അവിടെയും ജസ്റ്റ് ഒന്ന് പഠിക്കാം. പഴശ്ശി വിപ്ലവങ്ങൾക്ക് കേന്ദ്രമായ മല പുരളിമല. പഴശ്ശി വിപ്ലവങ്ങൾക്ക് കേന്ദ്രമായ മല ഏതാണ്? പുരളിമല. പുരളിമല ഏതു ജില്ലയിലാണ്? അത് പ്രീവിയസ് ആണ്. പുരളിമല തിരിയരുത്. പുരളിമല കണ്ണൂർ ജില്ല. പുരളിമല ഏത് ജില്ലയാണ്? കണ്ണൂർ ജില്ല. അവിടെയും തിരിയാതിരിക്കാൻ പഠിക്കാം. പുരവിമല ഏതു ജില്ലയിലാണ്? പുരവിമലയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരമാണ്. പുരവിമലയാണെങ്കിൽ തിരുവനന്തപുരം എന്ന കാര്യം കൂടി ഓർമ്മ. അപ്പൊ 2 കാര്യങ്ങൾ വീണ്ടും നമ്മൾ തിരിയാതിരിക്കാൻ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. പുരളിമല കണ്ണൂർ ജില്ല, പുരവിമലയാണെങ്കിൽ തിരുവനന്തപുരം ജില്ല എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാം. പഴശ്ശി രാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി സർദാർ KM പണിക്കർ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. പുരളിശെമ്മൻ എന്നും പഴശ്ശി രാജാവ് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ചരിത്രരേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെട്ട ഭരണാധികാരി ആര്? പ്രീവിയസ് ആണ്. ആൻസർ ആർ തന്നെയാണ്, പഴശ്ശി രാജ. ഡയറക്റ്റ് ചോദ്യമാണ്. ബ്രിട്ടീഷ് ചരിത്രരേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ട രാജാവ്, ഭരണാധികാരി ആര്? ആൻസർ പഴശ്ശി രാജ. അപ്പൊ 4 വിശേഷണങ്ങൾ പഠിച്ചു. കേരള സിംഹം, പുരളിശെമ്മൻ,
പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ തുടങ്ങിയ വിശേഷണങ്ങളിൽ പടശ്ശി രാജാവ് അറിയപ്പെടുന്നു. ക്ലിയർ. ഇനി പഠിക്കേണ്ടത് പടശ്ശിയുടെ സഹായികൾ ആരെല്ലാം. പടശ്ശിയുടെ സഹളവും പഠിക്കാം. പടശ്ശിയുടെ പ്രധാനമന്ത്രിയുടെ പേര് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പടശ്ശിയുടെ പ്രധാനമന്ത്രിയുടെ പേര് കണ്ണവത്ത് ചോദിച്ചിട്ടുണ്ട്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. തിരിയരുത്. പടശ്ശിയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. അടുത്ത തിരിയുന്ന ഒരു ചോദ്യമാണ്. പടശ്ശി രാജാവിന്റെ സൈന്യത്തിന്റെ മുഴുവനായിട്ടുള്ള തലവൻ അറിയപ്പെടുന്ന പേരാണ് സർവ്വസൈന്യാധിപൻ. പടശ്ശിയുടെ സർവ്വസൈന്യാധിപന്റെ പേര് കൈതേരി അമ്പു നായർ. പടശ്ശിയുടെ സർവ്വസൈന്യാധിപന്റെ പേര് കൈതേരി അമ്പു നായർ. അപ്പൊ രണ്ടു പേര് പഠിച്ചു. ഒന്നാമത്തെ പേര് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, പടശ്ശിയുടെ പ്രധാനമന്ത്രി. അടുത്ത പേര് പഠിച്ചു കൈതേരി അമ്പു നായർ, പടശ്ശിയുടെ സർവ്വസൈന്യാധിപൻ. അടുത്ത പഠിക്കാം പടശ്ശി രാജാവിന്റെ നായർ പടയുടെ തലവനാര്. ആൻസർ ഇടച്ചേന കുങ്കനാണ്. കുങ്കൺ നായർ. ആൻസർ ഇടച്ചേന കുങ്കൺ നായർ. പടശ്ശി രാജാവിന്റെ നായർപ്പട അതായത് പടശ്ശി രാജാവിനെ കലാപത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ജനവിഭാഗമായിരുന്നു നായർ വിഭാഗം. അപ്പൊ അവർക്ക് വേണ്ടി ഒരു സൈന്യമുണ്ടായിരുന്നു. ആ സൈന്യത്തെ നയിച്ച വ്യക്തിയാണ് ഇടച്ചേന കുങ്കൺ നായർ. ആൻസർ ആരാണ്? ഇടച്ചേന കുങ്കൺ നായർ. അടുത്ത പഠിക്കേണ്ടത് പടശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി ഒരുപാട് തവണ ഒട്ടനവധി തവണ ചോദിച്ചിട്ടുണ്ട്. ആൻസർ കുറിച്യറാണ്. ആൻസർ ഏതാണ്? കുറിച്യരാണ്. പടശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യരാണ്. കുറിച്യർക്ക് ഒരു തലവൻ ഉണ്ടായിരുന്നു. തലവന്റെ പേര് തലക്കൽ ചന്തു. കുറിച്യരുടെ തലവന്റെ പേര് തലക്കൽ ചന്തു എന്ന കാര്യം കൂടി ഓർമ്മയിട്ട്. അപ്പൊ 4 പേര് നമ്മൾ പഠിച്ചു. പടശ്ശിയുടെ സഹായികളായിട്ട് 4 പേര് പഠിച്ചു. പടശ്ശിയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, പടശ്ശിയുടെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പു നായർ, പടശ്ശിയുടെ നായർ പടയുടെ തലവൻ ഇടച്ചേന കുങ്കൺ നായർ, പടശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ചോദിച്ചിട്ടുണ്ട്. കുറിച്യരാണ്. പടശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ തലവനാര്? ആൻസർ തലക്കൽ ചന്തു. അവിടെ എപ്പോഴായാലും തലക്കൽ ചന്തു ഓപ്ഷനിൽ തരുമ്പോൾ രാമനമ്പി എന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കും. രാമനമ്പി എന്നൊരു ഓപ്ഷൻ കൂടി. അത് ആശയക്കുഴപ്പം ഒരുപാട് പേർക്ക് വരുന്നതാണ്. ഓർമ്മിക്കേണ്ടത് പടശ്ശി കലാപത്തിൽ പടശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ തലവന്റെ പേര് തലക്കൽ ചന്തു. എന്നാൽ കുറിച്യർ കലാപത്തിന്റെ 1812 നടന്ന കുറിച്യർ കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രമാര്? ആൻസർ രാമനമ്പി. രണ്ടും തിരിയരുത്. ഒന്ന് കൃത്യമായിട്ട് വായിച്ച് ആൻസറിലോട്ട് എത്താൻ നോക്കുക. ക്ലിയർ ആവും. പടശ്ശിയുടെ സഹായികൾ കൃത്യമായിട്ട് ഓർക്കാം. അടുത്ത പഠിക്കേണ്ടത് പടശ്ശി രാജാവിന്റെ കുതിരയുടെ പേര്. പടശ്ശിയുടെ കുതിരയുടെ പേര് ലക്ഷ്മി. പടശ്ശിയുടെ കുതിരയുടെ പേര് ലക്ഷ്മി എന്ന് പഠിച്ചു വയ്ക്കാം. പടശ്ശിയുടെ കുതിരയുടെ പേര് എന്താണ്ട? ലക്ഷ്മി എന്ന് ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ. അടുത്ത ഓർക്കാം പടശ്ശി രാജാവിനെ സഹായിച്ച കച്ചവട സംഘത്തിന്റെ തലവനാര്? ആൻസർ ചെമ്പനാണ്. ആൻസർ ചെമ്പൻ പോക്കർ. ആൻസർ ചെമ്പൻ പോക്കർ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കും. നമുക്ക് ഇത്രയും കാര്യം ഒന്നുകൂടി പറയാം. പഠിച്ചത് ഒന്നാമത്തെ പടശ്ശി കലാപം കാലഘട്ടം 1793 1797 ഇടയിൽ ഒന്നാം പടശ്ശി കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ 3 പോയിന്റ് കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അനുവാദം പടശ്ശി രാജാവിന് നിഷേധിച്ചത്. 2, കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അനുവാദം കുറുമ്പനാട്ട മഹാരാജാവിന് നൽകിയത്. 3, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ. അടുത്ത പഠിച്ചത് പഴശ്ശിയുടെ വിശേഷണങ്ങൾ. കേരള സിംഹമെന്ന് അറിയപ്പെടുന്നു, പുരളി ചെമ്മൻ എന്നറിയപ്പെടുന്നു, പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട രാജ എന്നീ പേരുകളിൽ പഴശ്ശി രാജാവ് അറിയപ്പെടുന്നു. കേരള സിംഹം എന്ന പഴശ്ശി രാജാവിനെ വിശേഷിപ്പിച്ച വ്യക്തി സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ എന്ന കാര്യം ഓർമ്മ. അവിടെയും അനുബന്ധമായിട്ട് ഒരു പോയിന്റ് പഠിച്ചു. പഴശ്ശി വിപ്ലവങ്ങൾക്ക് കേന്ദ്രമായ മലയുടെ പേര് പുരളി മല എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. പുരളിമല സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. തിരിയാതെ ഓർക്കാം. പുരവിമലയാണെങ്കിൽ തിരുവനന്തപുരം എന്ന കാര്യം ഓർമ്മയിട്ട്. അടുത്ത് പഠിച്ചത് പടശ്ശിയുടെ സഹായികളായിട്ട് പഠിച്ചു. പടശ്ശിയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത് പഠിച്ചത് പടശ്ശിയുടെ സർവ്വസൈന്യാധിപൻ കൈതേരി
കൈതേരി അമ്പു നായർ, പടശ്ശിയുടെ നായർപ്പടയുടെ തലവൻ ഇടച്ചേന കുങ്കൺ നായർ, പടശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യരാണ്. പടശ്ശിയെ സഹായിച്ച കുറിച്യരുടെ തലവന്റെ പേര് തലക്കൽ ചന്തു ആണ്. പടശ്ശിയെ സഹായിച്ച കുറിച്യരുടെ തലവനാണ് തലക്കൽ ചന്തു. തിരിയാതൊരു പോയിന്റ് പഠിച്ചു. കുറിച്യർ കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം രാമനമ്പി. കുറിച്യർ കലാപം വർഷം 1812 എന്ന കാര്യം കൂടെ 1812 ജസ്റ്റ് ഒന്ന് ഓർമ്മയിട്ട് വയ്ക്കാം. 1812 എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത് പഠിച്ചത് പടശ്ശിയുടെ കുതിരയുടെ പേര് ലക്ഷ്മി. പടശ്ശിയുടെ കുതിര ലക്ഷ്മി. പടശ്ശി രാജാവിനെ സഹായിച്ച കച്ചവട സംഘത്തിന്റെ തലവൻ ചെമ്പൻ പോക്കർ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ ആവും. ഇനി ഓർക്കാം, പടശ്ശി രാജാവിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇത്ര പേരാണ്. ഇത്രമാത്രം ആളുകളെ വെച്ച് പടശ്ശി രാജാവ് കമ്പനിക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞപ്പോൾ പടശ്ശി രാജാവിനെ അറസ്റ്റ് ചെയ്യാൻ കമ്പനി ഉത്തരവിടുന്നു. വർഷം 1795. വർഷം 1795 ആണ്. പടശ്ശി രാജാവിനെ അറസ്റ്റ് ചെയ്യാൻ കമ്പനി ഉത്തരവിട്ട വിവരം അറിഞ്ഞ പടശ്ശി രാജാവ് കമ്പനിക്ക് പിടി നൽകാതെ തന്റെ കേന്ദ്രം, തന്റെ ഒളിവ് കേന്ദ്രം പുരളി മലയിലേക്ക് മാറ്റി. അങ്ങനെ പടശ്ശി രാജാവ് കമ്പനിക്ക് പിടി നൽകാതെ തന്റെ കേന്ദ്രം എങ്ങോട്ട് മാറ്റി? പുരളി മല. അതാണ് നമ്മൾ പഠിച്ച പ്രീവിയസ് ചോദ്യം. പടശ്ശി വിപ്ലവങ്ങൾക്ക് കേന്ദ്രമായ മല ആൻസർ തന്നെയാണ് പുരളിമല, കണ്ണൂർ ജില്ല. പുരളിമല കണ്ണൂർ ജില്ല എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അങ്ങനെ പുരളിമലയിലേക്ക് കേന്ദ്രം മാറ്റുകയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി, ആൻസർ ഏതാണ്? ഗറില്ല എന്ന യുദ്ധരീതി പ്രയോഗിച്ച യുദ്ധരീതി. പടശ്ശി രാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സ്വീകരിച്ച യുദ്ധരീതി ആൻസർ ഏതാണ്? ഗറില്ല എന്ന യുദ്ധരീതി. ഗറില്ല എന്നത് ഒരു ഇനം ഒളിപ്പോരാണ്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ട് പോരാടാതെ മറഞ്ഞിരുന്ന് അവരെ ആക്രമിക്കുന്ന ഒരു ശൈലിയാണ് ഒളിപ്പോര്. ആ യുദ്ധരീതി, ആ ഒളിപ്പോര് രീതി അറിയപ്പെടുന്നതാണ് ഗറില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ചരിത്രത്തിൽ പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ള ഒളിപ്പോരുകൾ, പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒളിപ്പോരുകൾ ഇതിന്റെ കൂട്ടത്തിൽ കണക്ടിങ് ആയിട്ട് പഠിച്ചു വെക്കാം. അപ്പം ചരിത്രത്തിലെ പ്രധാന ഒളിപ്പോരുകൾ ഒന്നാമത്തെ പഠിച്ചു. പടശ്ശി രാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയ യുദ്ധരീതി ആൻസർ തന്നെയാണ് ഗറില്ല എന്ന ഒളിപ്പോര്. അടുത്ത് കറക്റ്റ് ആയിട്ട് പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതായത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയാം 1857. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ താന്തിയ തോപ്പി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സ്വീകരിച്ച യുദ്ധരീതി ഏത്? ആൻസർ തന്നെയാണ് ഗറില്ല തന്നെയാണ്. ക്ലിയർ. അവിടെ മൂന്നാമത്തത് കോഴിക്കോട് സാമൂതിരി. കോഴിക്കോട് രാജ്യത്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ട പേരാണ് സാമൂതിരിമാർ. ഈ സാമൂതിരിമാർ പോർച്ചുഗീസുകാർക്കെതിരെ സ്വീകരിച്ച യുദ്ധരീതി ആൻസർ തന്നെയാണ് ഗറില്ല എന്ന യുദ്ധരീതി. അതുപോലെ തന്നെ ഈ കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടയാളികളായ കുഞ്ഞാലി മരക്കാർ, അതായത് കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടയാളികൾ അറിയപ്പെട്ട പേരാണ് കുഞ്ഞാലി മരക്കാർ. ഈ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ പോർച്ചുഗീസുകാർക്കെതിരെ സ്വീകരിച്ച യുദ്ധരീതി ആൻസർ തന്നെയാണ് ഗറില്ല. അപ്പൊ 4 ഒളിപ്പോര് പഠിച്ചു. ഗറില്ല എന്ന ഒളിപ്പോര്. അതുപോലെ തന്നെ ഒരു ഒളിപ്പോര് 5 എണ്ണമായിട്ട് പഠിക്കാം. ഒന്നുകൂടി പഠിച്ചു വെക്കാം. ഏണസ്റ്റ് ചെഗുവേര. പേരെന്താണ്? ഏണസ്റ്റ് ചെഗുവേര മുതലാളിത്തത്തിന് എതിരെ സ്വീകരിച്ച യുദ്ധരീതി ആൻസർ ഗറില്ലയാണ്. ക്ലിയർ. അപ്പൊ ഒരു ചെറുതായിട്ട് 5 പോയിന്റും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഒന്നുകൂടി പറയാം. ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒളിപ്പോരുകൾ: 1. പടശ്ശി രാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സ്വീകരിച്ചു. 2. താന്തിയ തോപ്പി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സ്വീകരിച്ചു. 3. കോഴിക്കോട് സാമൂതിരി പോർച്ചുഗീസുകാർക്കെതിരെ സ്വീകരിച്ചു. 4. കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ പോർച്ചുഗീസുകാർക്കെതിരെ സ്വീകരിച്ചു. 5. ഏണസ്റ്റ് ചെഗുവേര മുതലാളിത്തത്തിന് എതിരെ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ ആവും. പടശ്ശി രാജാവ് സ്വീകരിച്ച യുദ്ധരീതി ഗറില്ല എന്ന ഒളിപ്പോര് നടത്താൻ പടശ്ശി രാജാവിനാണ് കേന്ദ്രമായ മല ആൻസർ പുരളിമല. ഇനി ഓർക്കേണ്ടത് ഒളിപ്പോര് നടത്താൻ പടശ്ശിയെ സഹായിച്ച വ്യക്തികൾ നമ്മൾ ഓൾറെഡി പഠിച്ച പേരുകൾ തന്നെയാണ്. പ്രധാനമന്ത്രി മാറ്റി നിർത്തി ബാക്കി പേരുകൾ അങ്ങ് പഠിച്ചു വയ്ക്കാം. ഒളിപ്പോര് നടത്താൻ പടശ്ശിയെ സഹായിച്ച വ്യക്തികൾ: 1. കൈതേരി അമ്പു നായർ. 2. ഇടച്ചേന കുങ്കനാണ്. 2 ഇടച്ചേന കുങ്കൻ. ഏറ്റവും കൂടുതൽ സഹായിച്ചതായിരുന്നു തലക്കൽ ചന്തു. ആൻസർ ആരാണ്? തലക്കൽ ചന്തു എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത വ്യക്തിയുടെ പേരെന്താണ്? ചെമ്പൻ പോക്കർ. അത് ഒളിപ്പോര് നടത്തിയ സമയത്ത് പടശ്ശിക്കും സഹായികൾക്കും ആവശ്യമായ ആഹാരവും മറ്റുമെല്ലാം കാടുകളിൽ എത്തിച്ച ഒരു കച്ചവട സംഘത്തിന്റെ തലവനായിരുന്നു ആരാ? ചെമ്പൻ പോക്കർ. ഒരു പേരുകൂടി ഇതിന്റെ കൂട്ടത്തിൽ കണക്ടിങ് ആയിട്ട് വയ്ക്കാം. അത്തൻ ഗുരുക്കൾ. പേരെന്താണ്?
അത്തൻ ഗുരുക്കൾ. അപ്പോൾ ഒളിപ്പോര്, ഗറില്ല എന്ന ഒളിപ്പോര് നടത്താൻ പടശ്ശിയെ സഹായിച്ച വ്യക്തികൾ നമ്മൾ ഓൾറെഡി പഠിച്ച പേരുകളാണ്. കൈതേരി അമ്പു നായർ, ഇടച്ചേന കുങ്കൺ നായർ, തലയ്ക്കൽ ചന്തു, ചെമ്പൻ പോക്കർ, അത്തൻ ഗുരുക്കൾ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ആദ്യ കലാപത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പടശ്ശി രാജാവിന് സാധിച്ചു. ആദ്യം ഒളിപ്പോരാണ്, അതുകൊണ്ട് തന്നെ കമ്പനിക്ക് നേരിട്ടല്ല അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടത്, ഒളിഞ്ഞിരുന്നവരിൽ നിന്നാണ് ആക്രമിച്ച ശൈലിയാണ് പടശ്ശി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പടശ്ശിക്കും സംഘത്തിനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കമ്പനി മുൻകൈയെടുത്താണ് ഒന്നാം കലാപം അമർച്ച ചെയ്യുന്നത്. വർഷം നമ്മൾ പഠിച്ചു 1797. അപ്പൊ ഒന്നാം പടശ്ശി കലാപം അവസാനിച്ച വർഷം, അതാണ് ഞാൻ പറഞ്ഞത്, അവസാനിച്ചതും അതുകൊണ്ട് ഒരുമിച്ച് കാലഘട്ടമായിട്ട് അങ്ങ് ഉറച്ച 93 മുതൽ 1797. അപ്പൊ ഒന്നാം പടശ്ശി കലാപം അവസാനിച്ചു വർഷം 1797. ഈ ഒന്നാം പടശ്ശി കലാപം അവസാനിക്കാൻ പടശ്ശി രാജാവിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഇടയിൽ ഇടനിലക്കാരനായി നിന്ന രാജാവിന്റെ പേര് ചിറക്കൽ രാജാവ്. പ്രീവിയസ് ആണ്, പഠിച്ചിരിക്കാം. രാജാവിന്റെ പേര് ചിറക്കൽ രാജാവ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കുക. ഇടനിലക്കാരൻ രാജാവിന്റെ പേര് ചിറക്കൽ രാജാവ്. ഒന്നാം പടശ്ശി കലാപം ബ്രിട്ടീഷുകാർ മുൻകൈയെടുത്താണ് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒന്നാം പടശ്ശി കലാപം അവസാനിപ്പിക്കാൻ പടശ്ശി രാജാവിനും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ ഇടനിലക്കാരനായി നിന്ന ബോംബെയിലെ ഗവർണർ ആര്? ആൻസർ ജോനാഥൻ ഡങ്കൻ. ആൻസർ ജോനാഥൻ ഡങ്കൻ എന്ന കാര്യം കൂടി ഓർമ്മ. ഇടനിലക്കാരനായിട്ട് 2 പേരുകൾ പഠിച്ചു. ബ്രിട്ടീഷുകാർ മുൻകൈയെടുത്താണ് ഒന്നാം കലാപം അവസാനിപ്പിച്ചത് 1797. ഒന്നാം കലാപം അവസാനിക്കാൻ പടശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ മധ്യസ്ഥനായിട്ട് അല്ലെങ്കിൽ ഇടനിലക്കാരൻ എന്ന വ്യക്തിയുടെ രാജാവിന്റെ പേര് ചിറക്കൽ രാജാവ്. പ്രീവിയസ് ആണ്, ഓർമ്മിക്കേണ്ടത്. ഇടനിലക്കാരൻ എന്ന ബോംബെയിലെ ഗവർണർ ആൻസർ ജോനാഥൻ ഡങ്കൻ. ആൻസർ ജോനാഥൻ ഡങ്കൻ എന്ന കാര്യം ഓർമ്മ. ജോനാഥൻ ഡങ്കൻ എപ്പോഴും പ്രീവിയസ് ആയിട്ട് ചോദിക്കാം. PSC ഒരു പ്രീവിയസ് ചോദ്യം ഉണ്ടെന്നാണ്, ഓർമ്മയിട്ട് വയ്ക്കാം. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആൻസർ ആരാണ്? ജോനാഥൻ ഡങ്കൻ എന്ന കാര്യം അവിടെയും തിരിയരുത്. ബനാറസ് ഹിന്ദു സർവകലാശാല, ആശയക്കുഴപ്പം വരുത്തരുത്, അത് മദൻ മോഹൻ മാളവിയ. ആൻസർ ആരാണ്? മദൻ മോഹൻ മാളവിയ. രണ്ടും കൺഫ്യൂഷൻ ആണ്, രണ്ടുപേരും ഓപ്ഷനിൽ ഉണ്ടായിരിക്കും, കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. ബനാറസ് സംസ്കൃത കോളേജ് ജോനാഥൻ ഡങ്കൻ, ബനാറസ് ഹിന്ദു സർവകലാശാല മദൻ മോഹൻ മാളവിയ. ഒരു പോയിന്റ് ഓർക്കാം, ബനാറസ് ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് ആനി ബെസന്റ്. ആൻസർ ആരാണ്? ആനി ബെസന്റ്. ഇന്ത്യയുടെ വന്ധ്യവയോധിക എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വനിതയാണ്. ആരാ? ആനി ബെസന്റ് എന്ന കാര്യം കൂടി ഓർക്കാം. 3 പോയിന്റ് ഒന്ന് തിരിയാതെ കൃത്യമായിട്ടൊന്ന് ഓർക്കണം. ഒന്നാം പടശ്ശി കലാപം അവസാനിച്ചത് 1797. ക്ലിയർ? ഇത്രയും പോയിന്റ് നമ്മൾ ഒന്നാം പടശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ക്ലിയർ ഒന്ന് മൈൻഡ് ചെയ്യും. രണ്ടാം പടശ്ശി കലാപം കാലഘട്ടം 1800 മുതൽ 1805 വരെ. ഇതും പ്രീവിയസ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. രണ്ടാം പടശ്ശി കലാപം 1800 മുതൽ 1805 വരെ. അപ്പൊ 4ാം മൈസൂർ യുദ്ധങ്ങളുടെ അനന്തരഫലമായി കേരളത്തിലെ നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചോളൂ 4ാം മൈസൂർ യുദ്ധം 1799. ഈ 4ാം മൈസൂർ യുദ്ധങ്ങളുടെ അനന്തരഫലമായിട്ട് കേരളത്തിൽ ഇറങ്ങിയേറിയ സംഭവം അറിയപ്പെടുന്ന പേരാണ് രണ്ടാം പടശ്ശി കലാപം. 4ാം മൈസൂർ യുദ്ധം വർഷം 1799. ഇതിന്റെ അനന്തരഫലമായിട്ട് തൊട്ടടുത്ത വർഷം കേരളത്തിൽ രണ്ടാം പടശ്ശി കലാപം സ്റ്റാർട്ട് ചെയ്യുന്നു. വർഷം 1800 മുതൽ 1805. പഠിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർന്ന കലാപമുയർത്തുന്ന വ്യക്തികളെ ഒരു പരിധിവരെ അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷുകാർ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ഉയർത്തുകയാണെങ്കിൽ അവരെ വധിച്ചുകൊണ്ട് ആ നാട്ടുരാജ്യത്തെ കീഴ്പ്പെടുത്തുന്ന ശൈലിയാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്. അങ്ങനെ ദക്ഷിണ മേഖലയിൽ ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയ ഒരു ശക്തിയായിരുന്നു നമ്മുടെ ടിപ്പു സുൽത്താൻ. അങ്ങനെ ടിപ്പുവിന്റെ ശല്യം ബ്രിട്ടീഷുകാർ മൊത്തത്തിൽ ഒഴിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ സേനാ മേധാവിയായിട്ട് എത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആർതർ വെല്ലസ്ലി. പേരെന്താണ്ട? ആർതർ വെല്ലസ്ലി. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നു. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആൻസർ ആരാണ്? ആർതർ വെല്ലസ്ലി ആണ്. ഇവിടെ ആർതർ വെല്ലസ്ലി വധിച്ച പ്രമുഖ വ്യക്തികൾ ചോദിക്കാം, ഓർമ്മയിട്ട് വയ്ക്കാം. ടിപ്പു സുൽത്താനെ വധിച്ചു, അതുപോലെ തന്നെ നമ്മുടെ പടശ്ശി രാജാവിനെ വധിച്ചു, അതുപോലെ തന്നെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഈ മൂവരെ വധിച്ച വ്യക്തി
ആർതർ വെല്ലസ്ലി ആണ്. ആർതർ വെല്ലസ്ലിയുടെ കുതിരയുടെ ഓർമ്മയിട്ട് വയ്ക്കാം കോപ്പൻഹാഗൻ. ആർതർ വെല്ലസ്ലിയുടെ കുതിരയുടെ പേര് കോപ്പൻഹാഗൻ. ആർതർ വെല്ലസ്ലി അറിയപ്പെടുന്ന അപരനാമം ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. അദ്ദേഹം വധിച്ച പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ 3 പേര് പ്രമുഖരായിട്ടുണ്ട്. ആരൊക്കെയാണ്? ടിപ്പു സുൽത്താൻ, പടശ്ശി രാജാവ്, അതുപോലെ തന്നെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. അങ്ങനെ ടിപ്പു സുൽത്താന്റെ ശല്യം അവസാനിച്ചു. അടുത്ത ദക്ഷിണ മേഖലയിൽ, അതായത് മലബാർ മേഖലയിൽ തന്നെ ബ്രിട്ടീഷുകാർക്ക് കലാപക്കൊടി ഉയർത്തിയ മറ്റൊരു വിപ്ലവകാരിയായിരുന്നു പടശ്ശി രാജാവ്. ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം പടശ്ശി രാജാവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ടാക്കിയാണ് രണ്ടാമത്തെ പടശ്ശി കലാപം നടക്കുന്നു. അങ്ങനെ രണ്ടാം പടശ്ശി കലാപം ആരംഭിച്ചു. വർഷം 1800-നും 1805-നും ഇടയിലാണ്. രണ്ടാം പടശ്ശി കലാപത്തിലേക്ക് നയിച്ച കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് രണ്ടാമത്തെ പടശ്ശി കലാപത്തിന് കാരണമായി. പ്രത്യേകിച്ചൊരു കാരണമുണ്ടാക്കിയതാണ്. ഇതൊന്നും അറിയാതെ വയനാട് തങ്ങളുടെ ജന്മഭൂമിയാണെന്നും അത് വിട്ടു നൽകാൻ ബ്രിട്ടീഷുകാർക്ക് കഴിയില്ല എന്ന വാദത്തോടുകൂടി പടശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുന്നു. ഇത് ചരിത്രത്തിൽ രണ്ടാം പടശ്ശി കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ? ഇനി ഓർക്കാം, രണ്ടാം പടശ്ശി കലാപ സമയത്തെ ഗവർണർ ജനറലിന്റെ പേര് റിച്ചാർഡ് വെല്ലസ്ലി. പേരെന്താണ്? റിച്ചാർഡ് വെല്ലസ്ലി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. റിച്ചാർഡ് വെല്ലസ്ലി ഓർമ്മയിട്ട് വയ്ക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് റിച്ചാർഡ് വെല്ലസ്ലി അറിയപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു ആരാ? ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? അത് ആർതർ വെല്ലസ്ലി. രണ്ടുപേരും സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ തിരിയാതെ ഓർക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് റിച്ചാർഡ് വെല്ലസ്ലി അറിയപ്പെടുന്നു. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നാണ് ആർതർ വെല്ലസ്ലി. രണ്ടും തിരിയാതെ കൃത്യമായിട്ടൊന്ന് ഓർമ്മയിട്ട് വയ്ക്കും. ഇനി ഓർക്കാം, രണ്ടാം പടശ്ശി കലാപ സമയത്തെ മലബാറിലെ സബ് കളക്ടർ ആരാണ്? ആൻസർ തോമസ് ഹാർവേ ബേബർ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. രണ്ടാം പടശ്ശി കലാപ സമയത്തെ മലബാറിലെ സബ് കളക്ടറിന്റെ പേര് ആൻസർ തോമസ് ഹാർവേ ബേബർ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ഇനി പഠിക്കാം, രണ്ടാം പടശ്ശി കലാപത്ത് നടന്ന പ്രധാനപ്പെട്ട പോരാട്ടം അറിയപ്പെടുന്ന പേര് പനമരം കോട്ട യുദ്ധം. ആൻസർ പനമരം കോട്ട യുദ്ധം നടന്ന വർഷം 1802. അപ്പൊ രണ്ടാം പടശ്ശി കലാപ സമയത്തെ പ്രധാന പോരാട്ടം അറിയപ്പെടുന്ന പേര് പനമരം കോട്ട യുദ്ധം നടന്ന വർഷം 1802 വർഷം 1802. ബ്രിട്ടീഷുകാരിൽ നിന്ന് പനമരം കോട്ട പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി തലയ്ക്കൽ സന്ധുവും ഇടച്ചേന കുങ്കൺ നായരാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് പനമരം കോട്ട പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വ്യക്തികൾ തലയ്ക്കൽ സന്ധു, ഇടച്ചേന കുങ്കൺ നായർ. പനമരം കോട്ട യുദ്ധം നടന്ന വർഷം 1802 വർഷം 1802. ഈ പനമരം കോട്ട യുദ്ധം പിടിച്ചെടുക്കുന്നു. അതേ തുടർന്ന് പടശ്ശി വലിയ വില കൊടുക്കേണ്ടുന്നു. പടശ്ശിയുടെ അനുയായികളെ ഒന്നൊന്നായിട്ട് ബ്രിട്ടീഷുകാർ പിടികൂടി വധിക്കാൻ തുടങ്ങി. അതിൽ പ്രമുഖരായിരുന്നു തലയ്ക്കൽ സന്ധുവിനെ ചതിയിലൂടെ പിടികൂടി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നു. ക്ലിയർ? ഒപ്പം പഠിക്കാം, തലയ്ക്കൽ സന്ധുവിന്റെ സ്മാരകം എവിടെ? ആൻസർ ഇവിടെ തന്നെയാണ്, പനമരം. ഏത് ജില്ലയിൽ? വയനാട് ജില്ലയിൽ. തലയ്ക്കൽ സന്ധു സ്മാരകം പ്രീവിയസ് ചോദ്യം. ആൻസർ പനമരമാണ്. പനമരം വയനാട് ജില്ല. ഒരു പ്രീവിയസ് ഓർമ്മയിട്ട് വയ്ക്കാം. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം ഏത്? കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം ആൻസർ ഏത് തന്നെയാണ്? പനമരം. ജില്ല കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. പനമരം വയനാട് ജില്ല എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അപ്പൊ രണ്ടാം പടശ്ശി കലാപത്തെ പ്രധാനപ്പെട്ട പോരാട്ടം പനമരം കോട്ട യുദ്ധം വർഷം 1802. പനമരം കോട്ട പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വ്യക്തികൾ ഇടച്ചേന കുങ്കൺ നായർ, തലയ്ക്കൽ സന്ധുവിന്റെ സ്മാരകം പനമരം വയനാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം ആൻസർ തന്നെയാണ് പനമരം വയനാട് ജില്ല എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ? അങ്ങനെ പടശ്ശിയുടെ അനുയായികളെ ഒന്നൊന്നായിട്ട് ബ്രിട്ടീഷുകാർ പിടികൂടി വധിക്കാൻ തുടങ്ങി. പടശ്ശിയെ ഒറ്റപ്പെടുത്തുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ യുദ്ധതന്ത്രം. അതിലേക്കായാണ് ആർതർ വെല്ലസ്ലിയെ നിയമിക്കപ്പെടുന്നത്. രണ്ടാം പടശ്ശി കലാപ സമയത്ത് ബ്രിട്ടീഷ് സൈന്യാധിപന്റെ പേരാണ്
തന്നെയാണ് ആരാ? ആർതർ വെല്ലസ്ലി എന്ന കാര്യം ഓർമ്മയിട്ട് വെക്കുക. അതാണ് പഴശ്ശി രാജാവിനെ ഒളിപ്പോര് നടത്താനുള്ള മാർഗങ്ങളെല്ലാം, അതായത് ഒന്നാം കലാപത്തിൽ പഴശ്ശി സ്വീകരിച്ച യുദ്ധരീതി ഒളിപ്പോരാണ്. ബ്രിട്ടീഷുകാർക്ക്, യൂറോപ്യൻ യുദ്ധരീതിയുള്ള ബ്രിട്ടീഷുകാർക്ക് ഒളിപ്പോര് വളരെ പ്രായോഗികമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം കലാപത്തിൽ ബ്രിട്ടീഷുകാർക്ക് വന്ന പാളിച്ചകൾ നിർബന്ധമായും രണ്ടാം കലാപത്തിൽ വരാൻ പാടില്ല എന്ന ഒരു നിശ്ചയം ആർക്കുണ്ടായിരുന്നു? ആർതർ വെല്ലസ്ലിക്ക് ഉണ്ടായിരുന്നു. പഴശ്ശി ഒളിപ്പോര് നടത്താനുള്ള മാർഗങ്ങളെല്ലാം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മലബാർ കാടുകളിലേക്ക് റോഡുകൾ വെട്ടി, അപ്പൊ രണ്ടാം പഴശ്ശി കലാപങ്ങളുടെ ഭാഗമായി മലബാർ കാടുകളിലേക്ക് റോഡുകൾ വെട്ടിയ ഭരണാധികാരി ആൻസർ ആർതർ വെല്ലസ്ലി. അവിടെയും തിരിയരുത്. മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താൻ. മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താൻ. രണ്ടാം പഴശ്ശി കലാപങ്ങളുടെ ഭാഗമായി മലബാർ കാടുകളിൽ റോഡുകൾ വെട്ടിയതാരാ? ആർതർ വെല്ലസ്ലി. ഒളിപ്പോര് നടത്താനുള്ള മാർഗങ്ങൾ ഇല്ലാതാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അവിടെയും ചോദിച്ചിട്ടുണ്ട്. രണ്ടാം പഴശ്ശി കലാപങ്ങളുടെ ഭാഗമായി പൂർണ്ണമായും നശിക്കപ്പെട്ട കറുവാത്തോട്ടം ഏതാണ്? ആൻസർ അഞ്ചരക്കണ്ടിയാണ്. ആൻസർ അഞ്ചരക്കണ്ടി. രണ്ടാം പഴശ്ശി കലാപങ്ങളുടെ ഭാഗമായി പൂർണ്ണമായും നശിക്കപ്പെട്ട കറുവാത്തോട്ടം അഞ്ചരക്കണ്ടി, കണ്ണൂർ ജില്ല, തലശ്ശേരി താലൂക്ക്. താലൂക്ക് ഓർമ്മയിട്ട് വയ്ക്കുക. അഞ്ചരക്കണ്ടി തലശ്ശേരി താലൂക്ക്, കണ്ണൂർ ജില്ല. ആൻസർ ഏതാണ്ട കണ്ണൂർ ജില്ല എന്ന കാര്യം ഓർമ്മയിട്ട്. അഞ്ചരക്കണ്ടി നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കറുവാത്തോട്ടം ഏത്? ആൻസർ അഞ്ചരക്കണ്ടിയാണ്. അഞ്ചരക്കണ്ടി കണ്ണൂർ ജില്ലയാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ രജിസ്ട്രേഷൻ സംവിധാനങ്ങൾക്ക് ആരംഭം കുറിച്ച സ്ഥലം ഏത്? ആൻസർ തന്നെയാണ് അഞ്ചരക്കണ്ടിയാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ രജിസ്ട്രേഷൻ സംവിധാനത്തിന് ആരംഭം കുറിച്ച സ്ഥലം ഏതാണ്? ആൻസർ തന്നെയാണ് അഞ്ചരക്കണ്ടി എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കുക. ക്ലിയർ? ഇനി ഓർക്കാം, പഴശ്ശി രാജാവിനെ പിന്തുടർന്ന് ആക്രമിക്കാനായിട്ട്, അതായത് ഒളിവ് കേന്ദ്രങ്ങൾ മാറി മാറി പോകുന്ന പഴശ്ശി രാജാവിനെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പിന്തുടർന്ന് ആക്രമിക്കാൻ വേണ്ടി ആർതർ വെല്ലസ്ലി നിയമിച്ച 1200 പേരടങ്ങുന്ന പ്രത്യേക സേന അറിയപ്പെടുന്ന പേരാണ് കോൾക്കർ. ഏത് പേരിൽ അറിയപ്പെടുന്നു? കോൾക്കർ. അപ്പം പഴശ്ശി രാജാവിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ വേണ്ടി ആർതർ വെല്ലസ്ലി നിയമിച്ച 1200 പേരടങ്ങുന്ന സേന അറിയപ്പെടുന്ന പേര് കോൾക്കർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒളിവ് കേന്ദ്രങ്ങൾ മാറുന്ന പഴശ്ശിയെ എന്നാണ് മറ്റു കേന്ദ്രങ്ങളിൽ പോകുന്നതെന്നാണ് കണ്ടെത്തുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു ഏത് സേനയ്ക്കുണ്ടായിരുന്നത്? കോൾക്കർ സേനയ്ക്കുണ്ടായിരുന്നത്. അപ്പൊ കോൾക്കർ എന്ന സേനയെ നിയമിച്ചത് ആരാണ്? ആർതർ വെല്ലസ്ലി. അതിൽ എത്ര പേരുണ്ടായിരുന്നു? 1200 പേരടങ്ങിയിരുന്നു. എത്ര പേരടങ്ങിയിരുന്നു? 1200 പേർ അടങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ പഴശ്ശി രാജാവിനെ വധിക്കാൻ ഉത്തരവിടുന്നു. വർഷം 1804. അവിടെ തിരിയാതെ പഠിക്കേണ്ടത്, പഴശ്ശി രാജാവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത് 1795. പഴശ്ശി രാജാവിനെ വധിക്കാൻ ഉത്തരവിട്ടത് 1804. പഴശ്ശിയെ വധിക്കാൻ ഉത്തരവിട്ട വ്യക്തി തോമസ് ഹാർവേ ബേബർ. പഴശ്ശിയെ വധിക്കാൻ ഉത്തരവിട്ട വ്യക്തി തോമസ് ഹാർവേ ബേബർ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അതോടൊപ്പം തന്നെ പഴശ്ശി രാജാവിനെ പിടികൂടി നൽകുന്നവർക്കോ കാണിച്ചു കൊടുക്കുന്നവർക്കോ വളരെയധികം പാരിതോഷികങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രഖ്യാപിച്ചു. പഴശ്ശി രാജാവിനെ ഒറ്റപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു ഇതിലൂടെ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഒളിവ് കേന്ദ്രങ്ങൾ മാറി മാറി പോകുമെന്നാണ്. ഒളിച്ചിരിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ പഴശ്ശി രാജാവ് നേർക്കുനേർ പഴശ്ശി രാജാവ് എന്നാണ് കമ്പനിക്കെതിരെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങുന്നു. വർഷം 1805. വർഷം ഏതാണ്? 1805 നവംബർ ആണ്. വർഷം 1805 നവംബർ. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതായപ്പോൾ പഴശ്ശി രാജാവ് സന്ധിയിലൂടെ കീഴടങ്ങുന്നില്ല. നേരിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ പഴശ്ശി രാജാവ് ശ്രമിക്കുന്നു. അങ്ങനെ വർഷം 1805 നവംബറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജാവ് നേരിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ നേരിട്ടുള്ള കലാപത്തിൽ പഴശ്ശി രാജാവ് വീരമൃത്യു വരിക്കുന്നു. വർഷം 1805 നവംബർ 30. വർഷം ഏതാണ്? 1800. ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ചോദിക്കുക. പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച വർഷം ഏത്? 1805 നവംബർ 30. വർഷം 1805 നവംബർ 30 എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. പഴശ്ശി രാജാവ് അന്തരിച്ച സ്ഥലം, പഴശ്ശി രാജാവ് അന്തരിച്ച സ്ഥലം മാവിലാംതോട്. അന്തരിച്ച സ്ഥലം മാവിലാംതോട്. മാവിലാംതോട് വയനാടാണ്. പഴശ്ശി രാജാവ് അന്തരിച്ച സ്ഥലം മാവിലാംതോട് വയനാട് എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. പഴശ്ശി രാജാവ് ഉച്ചരിച്ച അവസാനത്തെ വാക്ക് നിങ്ങൾ എൻ്റെ ശരീരം തൊട്ട് അശുദ്ധമാക്കരുത്. നിങ്ങൾ എൻ്റെ ശരീരം തൊട്ട് അശുദ്ധമാക്കരുത്. അന്തരിച്ച വർഷം 1805 നവംബർ 30. അന്തരിച്ച സ്ഥലം മാവിലാംതോട്. മാവിലാംതോട് വയനാട്. അവസാനം ഉച്ചരിച്ച വാക്ക് നിങ്ങൾ എൻ്റെ ശരീരം തൊട്ട്
അശുദ്ധമാക്കരുത്. ആരുടെ അവസാന വാക്കാണ്? പഴശ്ശി രാജാവിന്റെ അവസാന വാക്ക്. ക്ലിയർ ആവോ? ഇനി പഴശ്ശി രാജാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കുറച്ച് സ്ഥലങ്ങൾ, കുറച്ച് സ്മാരകങ്ങൾ, കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അത് കൃത്യമായിട്ട് പ്രീവിയസ് ആയിട്ട് വരും. ചോദിക്കുമ്പോൾ ചേരുംപേടി മെത്തേഡിലൊക്കെ ചോദിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരുമിച്ച് ഓപ്ഷനിൽ തന്നിട്ടെന്നാണ് 6 മാർക്ക് അല്ലെങ്കിൽ 1, 2 അങ്ങനെ ഓപ്ഷനുകൾ കണ്ടെത്താനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ. അടുത്ത കാലത്തും പ്രീവിയസ് ആയിട്ടൊക്കെ അവരോട് കൃത്യമായിട്ട് തന്നെ ഓർമ്മയിട്ടേക്കും. പഴശ്ശി രാജാവ് അന്തരിച്ച സ്ഥലം എവിടെയാണ്? മാവിലാംതോട്, വയനാട്. എന്നാൽ പഴശ്ശി സ്മാരകം എവിടെയാണ്? പഴശ്ശി രാജാ സ്മാരകം, പഴശ്ശി സ്മാരകം മാനന്തവാടി. ആൻസർ മാനന്തവാടി. ജില്ല കൂടി പഠിച്ചു പോകാം. മാനന്തവാടി, വയനാട്. പഴശ്ശി സ്മാരകം മാനന്തവാടി, വയനാട്. അടുത്ത ചോദ്യമുണ്ട് പഴശ്ശി മ്യൂസിയം. ഡയറക്റ്റ് ചോദ്യം. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹില്ല്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോടാണ്. ഈസ്റ്റ് ഹിൽ 2 സ്ഥലവും പഠിക്കാം. ചിലപ്പോൾ ജില്ല ചോദിക്കാം, ചിലപ്പോൾ എന്താണ് പ്രോപ്പറായിട്ട് സ്ഥലം ചോദിക്കാം. അതുകൊണ്ട് തന്നെ പഠിക്കും തന്നെ. മാനന്തവാടി, വയനാട്. ഈസ്റ്റ് ഹില്ല്, കോഴിക്കോട്. ബ്രാക്കറ്റിൽ ജില്ല കൂടി ഒന്ന് പഠിച്ചു. അപ്പോൾ 3 പ്രോപ്പറായിട്ടുള്ള സ്ഥലം പഠിച്ചു. പഴശ്ശി രാജാവ് അന്തരിച്ച സ്ഥലം മാവിലാംതോട്, വയനാട്. പഴശ്ശി സ്മാരകം മാനന്തവാടി, വയനാട്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹില്ല്, കോഴിക്കോട്. പഴശ്ശി ഡാം എവിടെയാണ്? പഴശ്ശി ഡാം വളപട്ടണം പുഴ. പഴശ്ശി ഡാം എവിടെയാണ്? വളപട്ടണം പുഴ കണ്ണൂരാണ്. വളപട്ടണം പുഴയ്ക്കുള്ള പ്രീവിയസ് ചോദ്യം. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദിയുടെ പേര് ഏത്? ആൻസർ തന്നെയാണ് വളപട്ടണം പുഴയാണ്. വളപട്ടണം പുഴ നീളം 110 കിലോമീറ്റർ നീളമുണ്ട്. 110 കിലോമീറ്റർ ആണ് വളപട്ടണം നദിയുടെ നീളം. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ നദിയാണ് വളപട്ടണം പുഴ. പഴശ്ശി ഡാം ഏതു നദിയിൽ സ്ഥിതി ചെയ്യുന്നു? വളപട്ടണം പുഴയാണ്. സർ, കണ്ണൂർ എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട്. അടുത്ത് പഠിക്കാം. പഴശ്ശി ഗുഹ എവിടെയാണ്? പഴശ്ശി ഗുഹയാണെങ്കിൽ നിലമ്പൂരാണ്. പഴശ്ശി ഗുഹയാണെങ്കിൽ എവിടെയാണ്? നിലമ്പൂർ, മലപ്പുറം. പഴശ്ശി ഗുഹയാണെങ്കിൽ നിലമ്പൂർ, മലപ്പുറം എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാം. പഴശ്ശി രാജാ സ്മൃതി മണ്ഡപം എവിടെയാണ്? പഴശ്ശി രാജാ സ്മൃതി മണ്ഡപം പുൽപ്പള്ളിയാണ്. പഴശ്ശി രാജാ സ്മൃതി മണ്ഡപം എവിടെയാണ്? ആൻസർ പുൽപ്പള്ളിയാണ്. പുൽപ്പള്ളി വയനാട് ജില്ലയിലാണ്. പുൽപ്പള്ളി എവിടെയാണ്? വയനാട് ജില്ല. പഴശ്ശി രാജാ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പുൽപ്പള്ളി, വയനാട്. അടുത്ത പഠിക്കാം. പഴശ്ശി കോളേജ്. പഴശ്ശി രാജയുടെ പേരിൽ അറിയപ്പെടുന്ന കോളേജ്. പഴശ്ശി കോളേജ് ചോദിച്ചാൽ എവിടെ തന്നെയാണ്? പുൽപ്പള്ളി തന്നെയാണ്. പഴശ്ശി കോളേജ് എവിടെ ചോദിച്ചാൽ ഇവിടെ തന്നെയാണ്? പുൽപ്പള്ളി. പുൽപ്പള്ളി എവിടെ തന്നെയാണ്? വയനാട്. അപ്പൊ 2 കാര്യങ്ങൾ പുൽപ്പള്ളി പഠിച്ചു. പഴശ്ശി രാജാ സ്മൃതി മണ്ഡപം പുൽപ്പള്ളി, വയനാട്. പഴശ്ശി കോളേജ് പുൽപ്പള്ളി, വയനാട്. അടുത്തവിടെ തിരിയാതിരിക്കാൻ പഠിക്കാം. പഴശ്ശി രാജ NSS കോളേജ്. പഴശ്ശി കോളേജ് പുൽപ്പള്ളി. പഴശ്ശി രാജ NSS കോളേജ്. ആൻസർ മട്ടന്നൂരാണ്. ആൻസർ മട്ടന്നൂർ. മട്ടന്നൂർ കണ്ണൂർ ജില്ല. മട്ടന്നൂരാണെങ്കിൽ കണ്ണൂർ ജില്ല. അടുത്ത കാലത്ത് അവിടെ കറണ്ട് അഫയേഴ്സ് ആയിട്ടൊരു ചോദ്യമുണ്ട്. കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ മണ്ഡലം ഏത്? ആൻസർ ഏതാണ്? മട്ടന്നൂർ മണ്ഡലം. സ്ഥാനാർത്ഥി ആരാണ്? KK ശൈലജ. മുൻ കേരള ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ആരാ? KK ശൈലജ. മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ഏതാ? മട്ടന്നൂർ. നിലവിലെ മണ്ഡലമാണ് മട്ടന്നൂർ. നല്ലൊരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മണ്ഡലം കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പ് ഏത് ജില്ല തന്നെയാണ്? കണ്ണൂർ ജില്ല. നിലവിൽ KK ശൈലജയുടെ മണ്ഡലമാണ് മട്ടന്നൂർ. കേരള നിയമസഭാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ മണ്ഡലമാണ് മട്ടന്നൂർ, കണ്ണൂർ ജില്ല എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത പഠിക്കാം. പഴശ്ശി സ്കൂൾ എവിടെയാണ്? പഴശ്ശി സ്കൂൾ ചോദിച്ചാൽ ഇവിടെ തന്നെയാണ്? മട്ടന്നൂർ തന്നെയാണ്. പഴശ്ശി സ്കൂൾ ചോദിച്ചാൽ ഇവിടെ തന്നെയാണ്? മട്ടന്നൂർ. നമ്മൾ ഓൾറെഡി പഠിച്ച ഇവിടെ തന്നെയാണ്? കണ്ണൂർ ജില്ല. മട്ടന്നൂർ ഇവിടെയാണ്? കണ്ണൂർ ജില്ല എന്ന കാര്യം ഓർക്കാം. എന്നാൽ തിരിയാതെ ഓർക്കാം. പഴശ്ശി രാജ യൂണിവേഴ്സൽ സ്കൂൾ. പഴശ്ശി രാജ യൂണിവേഴ്സൽ സ്കൂൾ. ആൻസർ ബാലുശ്ശേരി. ആൻസർ എവിടെയാണ്? ബാലുശ്ശേരി. ബാലുശ്ശേരി കോഴിക്കോട് ജില്ല. ബാലുശ്ശേരി കോഴിക്കോട്. കുറച്ച് കൺഫ്യൂഷനാണ്, കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. ഇവിടെ നിന്നുള്ള പോയി നമുക്ക് കൃത്യമായിട്ട് ഒന്നുകൂടി പറയാം. പഴശ്ശി രാജ അന്തരിച്ച വർഷം 1805 നവംബർ 30. പഴശ്ശി രാജാവ് അവസാനമായി ഉച്ചരിച്ച വാക്ക് നിങ്ങൾ എൻ്റെ ശരീരം തൊട്ട് അശുദ്ധമാക്കരുത്. പഴശ്ശി രാജ അന്തരിച്ച സ്ഥലം മാവിലാംതോട്, വയനാട്. പഴശ്ശി സ്മാരകം മാനന്തവാടി, വയനാട്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശി ഡാം വളപട്ടണം പുഴ, കണ്ണൂർ. കണക്ടിംഗ് ആയിട്ട് പ്രീവിയസ് ഒരു ചോദ്യം കൂടെ ഓർക്കാം. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദി ഏത്? ആൻസർ വളപട്ടണം പുഴ. നീളം 110 കിലോമീറ്റർ. വളപട്ടണം പുഴ നീളം കൂടി ഓർമ്മിക്കാം. 110 കിലോമീറ്റർ.
പഴശ്ശി ഗുഹ നിലമ്പൂർ മലപ്പുറം, പഴശ്ശിരാജ സ്മൃതി മണ്ഡപം പുൽപ്പള്ളി വയനാട്, പഴശ്ശി കോളേജ് ചോദിച്ചാൽ പുൽപ്പള്ളി വയനാട് ജില്ലയാണ്. എന്നാൽ പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ കണ്ണൂർ ജില്ല. മട്ടന്നൂർ കറണ്ട് അഫയേഴ്സ് പ്രീവിയസ് ചോദ്യമുണ്ട്. കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ നിയോജക മണ്ഡലം ഏതാണ്? ആൻസർ മട്ടന്നൂരാണ്. സ്ഥാനാർത്ഥി ആര്? KK ശൈലജ. നമുക്കറിയാം മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് KK ശൈലജ. തിരിയരുത്. ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ മണ്ഡലം കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പും കണ്ണൂർ ജില്ല തന്നെയാണ്. തിരിയാതെ ഓർമ്മിക്കേണ്ടതാണ്. ഇവിടെ പഴശ്ശി സ്കൂൾ ചോദിച്ചാൽ മട്ടന്നൂർ. പഴശ്ശി സ്കൂൾ ചോദിച്ചാൽ മട്ടന്നൂർ കണ്ണൂർ ജില്ല. എന്നാൽ പഴശ്ശിരാജ യൂണിവേഴ്സൽ സ്കൂൾ ആണെങ്കിൽ ബാലുശ്ശേരി കോഴിക്കോട്. ബാലുശ്ശേരി കോഴിക്കോട്. ഇനി ഓർക്കാം പഴശ്ശിരാജ ചെറുകിട ജലവൈദ്യുത പദ്ധതി. പഴശ്ശിരാജ ചെറുകിട ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച ജില്ല കണ്ണൂർ ജില്ല. ആൻസർ ഏതാണ്? കണ്ണൂർ ജില്ല. പഴശ്ശിരാജ ചെറുകിട ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച ജില്ല ഏത്? കണ്ണൂർ ജില്ല എന്ന കാര്യം കൂടി ഓർമ്മിച്ച് വയ്ക്കുക. ക്ലിയർ? ഇനോർക്കാം പഴശ്ശി കലാപങ്ങളെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ മലയാള സിനിമകൾ പഠിച്ചിരിക്കാം. പഴശ്ശി കലാപങ്ങളെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ. ആദ്യത്തെ സിനിമ ഓർക്കാം പഴശ്ശിരാജ. സിനിമയുടെ പേര് പഴശ്ശിരാജ. ഒരു പഴയകാല മലയാള ചിത്രമാണ് പഴശ്ശിരാജ. സിനിമയുടെ സംവിധാനം ചെയ്തത് M. കുഞ്ചാക്കോ. പഴശ്ശിരാജ എന്ന മലയാള സിനിമയുടെ സംവിധായകൻ M. കുഞ്ചാക്കോ എന്ന കാര്യം ഓർമ്മ. നിലവിൽ നാം കാണുന്ന മലയാള നാട്, നിലവിൽ നമ്മൾ മമ്മൂട്ടിയൊക്കെ വെച്ച് കാണുന്ന ഒരു സിനിമയുണ്ട്. ഏതാ? കേരള വർമ്മ പഴശ്ശിരാജ. സിനിമയുടെ പേര് ഏതാണ്? കേരള വർമ്മ പഴശ്ശിരാജ. അതും ഇതിനേതമാണ്. പഴശ്ശി കലാപങ്ങളെ ആസ്പദമാക്കി 2009 ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് കേരള വർമ്മ പഴശ്ശിരാജ. സംവിധാനം ചെയ്തത് 2009. ചിത്രം പുറത്തിറങ്ങിയ വർഷം ഏതാ? 2009. സംവിധായകൻ ഹരിഹരൻ. അത് പ്രീവിയസ് ആണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയുടെ സംവിധാനം ചെയ്ത വ്യക്തി ആര്? ഹരിഹരൻ. സിനിമ പുറത്തിറങ്ങിയ വർഷം 2009. അപ്പൊ രണ്ടു സിനിമകൾ ഓർമ്മിക്കാം. പഴശ്ശിരാജ എന്ന സിനിമയുടെ സംവിധായകൻ M. കുഞ്ചാക്കോ. ക്ലിയർ? അടുത്ത് പഠിച്ചത് കേരള വർമ്മ പഴശ്ശിരാജ എന്ന സിനിമയുടെ സംവിധായകൻ ഹരിഹരൻ. ഏത് വർഷത്തിൽ? 2009 എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ഈ കേരള വർമ്മ പഴശ്ശിരാജ എന്ന സിനിമയിൽ പഴശ്ശിരാജാവായി വേഷമിട്ട വ്യക്തി നമുക്കറിയാം മലയാള താരമാരാണ് മമ്മൂട്ടി എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയുടെ തിരക്കഥ രചിച്ച വ്യക്തി പ്രീവിയസ് ചോദ്യം. തിരക്കഥ രചിച്ചത് MT വാസുദേവൻ നായർ. ആൻസർ MT വാസുദേവൻ നായർ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. രണ്ടാമത് പറഞ്ഞ സിനിമ ഏറ്റവും പ്രധാനമാണ്. പഴശ്ശി കലാപങ്ങളെ ആസ്പദമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തി ഹരിഹരനാണ്. സിനിമ പുറത്തിറങ്ങിയത് 2009. സിനിമയിൽ പഴശ്ശിരാജാവായി വേഷമിട്ട വ്യക്തി മമ്മൂട്ടിയാണ്. സിനിമയുടെ തിരക്കഥ എഴുതിയ വ്യക്തിയുടെ പേര് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായറാണ്. അടുത്ത് പഠിക്കേണ്ടത് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട പ്രധാന കൃതികൾ പഠിക്കേണ്ടതാണ്. പഴശ്ശി വിപ്ലവങ്ങളെ പറ്റി ആധികാരിക വിവരം ലഭിക്കുന്ന ചരിത്ര നോവൽ ഏതാണ്? ആൻസർ കേരള സിംഹമാണ്. പഴശ്ശി വിപ്ലവം പറ്റി ആധികാരികമായി വിവരം ലഭിക്കുന്ന ചരിത്ര നോവലിന്റെ പേര് ആൻസർ ഏതാണ്? കേരള സിംഹം എന്ന കാര്യം കൂടി ഓർമ്മ. ആധികാരിക വിവരം ലഭിക്കുന്ന ചരിത്ര നോവൽ കേരള സിംഹം. രചിച്ച വ്യക്തി വേറെ ആരുമല്ല, സർദാർ KM പണിക്കറാണ്. അപ്പൊ സർദാർ KM പണിക്കരുടെ പ്രമുഖ കൃതികളിൽ ഒന്നാണ് കേരള സിംഹം. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന കൃതിയാണ് ഹിസ്റ്ററി ഓഫ് കേരള. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രമുഖ കൃതിയാണ് പറങ്കി പടയാളികൾ. ഈ മൂന്ന് കൃതികളുടെ രചയിതാവാര്? ആൻസർ ആരാണ്? സർദാർ KM. അപ്പൊ ഒന്നുകൂടി പറയാം. മൂന്ന് കൃതികൾ പഠിച്ചു. ഒന്ന് കേരള സിംഹം, പഴശ്ശി വിപ്ലവങ്ങളെ പറ്റി വിവരം ലഭിക്കുന്നു. 2 ഹിസ്റ്ററി ഓഫ് കേരള, കുളച്ചൽ യുദ്ധത്തെ പറ്റി വിവരം ലഭിക്കുന്നു. 3 പറങ്കിപ്പടയാളി, കേരളത്തിലെ പോർച്ചുഗീസുകാരെ പറ്റി വിവരം ലഭിക്കുന്ന ഒരു കൃതിയാണ് പറങ്കിപ്പടയാളി. പറഞ്ഞ 3 കൃതികളും രചിച്ച വ്യക്തി സർദാർ KM പണിക്കർ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർ തന്റെ താവളമെല്ലാം വളഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ പഴശ്ശി രാജാവ് തന്റെ കയ്യിലുണ്ടായിരുന്ന വജ്രമോതിരം വിഴുങ്ങിയാണ് മരണപ്പെട്ടത് എന്ന വിവരം ലഭിക്കുന്ന കൃതി ഏത്? ആൻസർ ഏതാണ്? കേരള സിംഹം. ചരിത്രം ഒരു വഴിയിൽ, അതായത് കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ
ബ്രിട്ടീഷുകാർ തന്റെ താവളമെല്ലാം വളഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ പഴശ്ശിരാജാവ് തന്റെ കയ്യിലുണ്ടായിരുന്ന വജ്രമോതിരം വിഴുങ്ങിയാണ് മരണപ്പെട്ടത് എന്നാണ് സർദാർ KM പണിക്കർ തന്റെ കൃതിയായ കേരള സിംഹത്തിലൂടെ വിവരിക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ചരിത്രരേഖകളായ മലബാർ മേനോൻ തുടങ്ങിയുള്ള കൃതികളിൽ, മലബാർ ആസ്ഥാനമാക്കി പുറത്തിറങ്ങിയതാണ് കൃതികളെല്ലാം പഴശ്ശിരാജാവിനെ വെടിവെച്ചാണ് വധിച്ചത് എന്നാണ് ബ്രിട്ടീഷുകാരും വാദിക്കുന്നത്. അതുകൊണ്ട് ചരിത്രം രണ്ട് രീതിയിൽ പറഞ്ഞത് കൃത്യമായിട്ടാണ്. കേരള സിംഹം എന്ന നോവലുള്ള കാര്യം കൃത്യമായിട്ട് ഓർമ്മ. വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് മരണപ്പെട്ടു എന്ന വിവരം ലഭിക്കുന്ന കൃതി ആൻസർ ഏതാണ്? കേരള സിംഹം എന്ന കാര്യം കൂടി ഓർമ്മയുണ്ട്. അടുത്ത കൃതിയുടെ പേര് പഠിക്കാം, പഴശ്ശി സമരങ്ങൾ. കൃതിയുടെ പേര് ഏതാണ്? പഴശ്ശി സമരങ്ങൾ എന്ന കൃതി രചിച്ച വ്യക്തി KKN കുറുപ്പ്. KKN കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് KKN കുറുപ്പ്. അടുത്ത കൃതി പഠിക്കാം, പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ രചിച്ച വ്യക്തി മുണ്ടക്കയം ഗോപി. ആൻസർ ആരാണ്? മുണ്ടക്കയം. അപ്പം നമ്മളൊരു 3 കൃതികൾ പഠിച്ചു. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ കൃതിയുടെ പേര് രചിച്ച വ്യക്തി ആരാ? മുണ്ടക്കയം. കണക്റ്റിംഗ് ആയിട്ട് വേണേ പഠിക്കാം. ചമയങ്ങളില്ലാതെ എന്ന കൃതിയുടെ രചയിതാവ് ആൻസർ മമ്മൂട്ടിയാണ്. ചമയങ്ങളില്ലാതെ മമ്മൂട്ടി. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ മുണ്ടക്കയം ഗോപി. തിരിയാതൊന്ന് ഓർമ്മയിട്ട്. അടുത്ത കൃതിയുടെ പേര് പഠിക്കാം, പുള്ളിമാനും പഴശ്ശിരാജയും. അടുത്ത കൃതിയുടെ പേര് പഠിക്കാതാണ് പുള്ളിമാനും പഴശ്ശിരാജയും എന്ന കൃതിയുടെ രചയിതാവ് P. കുഞ്ഞിരാമൻ നായർ. ആൻസർ ആരാണ്ട? P. കുഞ്ഞിരാമൻ നായർ എന്ന കാര്യം കൂടി ഓർമ്മ. അപ്പൊ 4 കൃതികൾ പ്രധാനമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. പഴശ്ശി കലാപങ്ങളെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട കൃതികൾ, പുറത്തിറങ്ങിയ 4 കൃതികൾ പഠിച്ചു. ആധികാരിക വിവരം ലഭിക്കുന്ന ചരിത്ര നോവൽ കേരള സിംഹം. രചയിതാവ് സർദാർ KM പണിക്കറാണ്. രണ്ടാമത്തെ കൃതി പഠിച്ചു പഴശ്ശി സമരങ്ങൾ. രചിച്ച വ്യക്തി KKN കുറുപ്പാണ്. അടുത്ത 3ാമത്തെ കൃതി പഠിച്ചു പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ. രചിച്ച വ്യക്തി മുണ്ടക്കയം ഗോപി. തിരിയാതെ പഠിക്കാം. മമ്മൂട്ടിയുടെ കൃതിയുടെ പേര് ചമയങ്ങളില്ലാതെ. അവസാനമായിട്ട് പുള്ളിമാനും പഴശ്ശിരാജയും. അതൊരു കവിതാ രൂപത്തിലുള്ള ഒരു കൃതിയാണ്. പുള്ളിമാനും പഴശ്ശിരാജയും എന്നാണ് കൃതി രചിച്ച വ്യക്തി P. കുഞ്ഞിരാമൻ നായർ. P. കുഞ്ഞിരാമൻ നായർ. ക്ലിയർ ആവും. ഇത്രയും കാര്യം കൂടി പഠിക്കുന്ന പഴശ്ശി കലാപങ്ങൾ ക്ലിയർ ആവും.